രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ്യേ നാഥായ നാഥായ സീതായ പദം മഹാകായം ഭക്തകാഞ്ചനസംബോധരം വിശാലാക്ഷം വന്ദേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണ നമസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതീം നമത രാക്ഷസാന്തകം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാം വന്ദേ വാൽമീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രതിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെളുമാര്യപാദം. അന്നേ ശരണം. പഞ്ചമനരമ്മയുടെ ആ കാരുണ്യസാഗരമായിട്ടുള്ള സ്നേഹസാഗരമായ സർവവുമായിട്ടുള്ള അമ്മയുടെ കാരുണ്യം കൊണ്ടാണ് തീർച്ചയായും ഇത്തവണയും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ അമ്മയുടെ മടിയിൽ വന്ന് കർക്കിടക മാസം 1-ാം തീയതി ഇരിക്കാൻ സാധിച്ചത്. ആദ്യമായിട്ട് അമ്മയുടെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് രാമായണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രാമായണം ഇന്ന് കർക്കിടകം 1-ാം തീയതി രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ആചരിച്ചു തുടങ്ങുന്നതിൻ്റെ 1-ാം നാളാണ്. രാമായണത്തെക്കുറിച്ച് ഒരുപക്ഷെ കൂടുതലായി എനിക്ക് തോന്നുന്നു 70, 75, 80 വയസ്സിന് മുകളിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അരനൂറ്റാണ്ടിലേറെ അല്ലെങ്കിൽ 60 വർഷത്തിലേറെ രാമായണവുമായി ബന്ധമുള്ള പരിചയമുള്ള പാരായണശീലമുള്ള ഒരുപാട് അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും ഒക്കെ ഉള്ള ഈ സന്നിധിയിൽ നമുക്കൊരുമിച്ച് രാമായണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം രാമായണം എന്ന് പറയുമ്പോൾ എന്താണ് ഈ രാമായണം? രാമായണം എന്ന് പറയുന്നത് വാൽമീകി മഹർഷി എഴുതിയതാണോ, എഴുത്തച്ഛൻ എഴുതിയതാണോ, അതോ കമ്പൻ എഴുതിയതാണോ, തുളസീദാസൻ എഴുതിയതാണോ, ആരാണ് എഴുതിയത് എന്നൊക്കെ പലപ്പോഴും പലരും സംശയം ചോദിക്കാറുണ്ട്. രാമായണത്തെ കുറിച്ച് എത്ര അറിയുമ്പോഴും അതിന്റെ അഗാധ തലങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും തീർച്ചയായിട്ടും കൂടുതൽ കാട്ടിനുള്ളിലേക്ക് കടന്നു പോകുമ്പോഴാണ് കാട്ടിലെ മരങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുന്നത് എന്ന് പറയുന്നത് പോലെ ഈ നമ്മുടെ രാമായണത്തിന്റെ ഉള്ളിലേക്ക്, അതിന്റെ ഉള്ളറകളിലേക്ക് പതിയെ സാവധാനം മെല്ലെ കടന്നു പോകുമ്പോഴാണ് എന്താണ് രാമായണമെന്ന് അറിയാൻ സാധിക്കുക. അതിന് വലിയൊരു വേദിയാണ് കണിച്ചുകുളങ്ങര ദേവസ്വം ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ കേരളത്തിൽ അപൂർണമായിരിക്കും ഇങ്ങനെ ഒരു വേദി. 31 ദിവസം രാമായണം പാരായണം ചെയ്യുന്ന 31 ദിവസവും രാമായണ കഥാമാതിരി അല്ലെങ്കിൽ രാമായണ തത്വസമീക്ഷ എന്നൊരു പരിപാടി 2-ാം വർഷത്തിൽ ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അതിൽ നിങ്ങൾക്കൊപ്പം എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞതിന് ആദ്യമായി ഈ അമ്മയുടെ പ്രഭാതങ്ങളിൽ നമസ്കരിച്ചതിനൊപ്പം തന്നെ ഈ ദേവസ്വത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ആരാധ്യനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അവർകൾ, അതോടൊപ്പം തന്നെ അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഗണേശൻ ചേട്ടൻ, അതോടൊപ്പം തന്നെ മാനേജരായിട്ടുള്ള മുരുകൻ ചേട്ടൻ അടക്കം അതിന്റെ കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ, ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള ഭരണസമിതിയുള്ള എല്ലാവരും, എല്ലാത്തിനും ഉപരി മുന്നിൽ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളില്ലെങ്കിൽ പിന്നെ ഇതൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, കാരണം അമ്മയ്ക്കിഷ്ടം തന്നെ നമിക്കുന്നതിനേക്കാൾ തന്റെ ഭക്തരെ, ശ്രേഷ്ഠരായ ഭക്തരെ നമിക്കുന്നതാണ് അമ്മയ്ക്കേറെ ഇഷ്ടം എന്നുള്ളത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തശ്രേഷ്ഠരെയും നമിച്ചുകൊണ്ട് നമുക്ക് രാമായണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രാമായണം രാമന്റെ അയനമാണ്. രാമന്റെ അയനം എന്ന് പറയുമ്പോൾ ത്രേതായുഗത്തിൽ എവിടെയോ നടന്ന ഒരു രാമൻ യാത്ര ചെയ്തു പോയ ഒരു കാര്യമല്ല രാമായണം എന്ന് പറയുന്നത്. രാമ അയനം രാമന്റെ ജീവിതമാകുന്ന യാത്രയാകും. രാമന്റെ ജീവിതമാകുന്ന യാത്രയാകുമ്പോൾ രാമനൊപ്പം യാത്ര ചെയ്തത് രാമൻ ഒറ്റയ്ക്കല്ലായിരുന്നു യാത്ര. രാമനൊപ്പം നിഴൽ പോലെ ലക്ഷ്മണസ്വാമി ഉണ്ടായിരുന്നു.
രാമനൊപ്പം തന്നെ സഹധർമ്മിണിയായിട്ടുള്ള സീതാദേവി ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും ഈ രാമ അയനം എന്നുള്ളത് സീത അയനമായി, ലക്ഷ്മണ അയനമായി, രാമായണവും സീതായനവും ലക്ഷ്മണായനവുമായി മാറുമ്പോൾ ആരാണ് ഈ ലക്ഷ്മണൻ, ആരാണ് ഈ സീതാദേവി, ആരാണ് ഈ ശ്രീരാമൻ എന്നുള്ള ചോദ്യം നമുക്ക് സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ തന്നെ ഈ ഒരു വേദിയിൽ നമുക്ക് നോക്കിയാൽ അറിയാം എത്ര പേർ, ഒരു 20 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്ന് പറയാവുന്നവർ ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാമായണത്തെ കുറിച്ച് ഏറെ അറിയുന്നവർ തന്നെയാണ് വീണ്ടും കേൾക്കാൻ കൊതിച്ച് കാതോർത്ത് വന്നിരിക്കുന്നത്. പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട എത്ര പേരിലേക്ക് നമുക്ക് ഈ രാമായണത്തിന്റെ അമൃതത്തെ, രാമായണത്തിന്റെ തത്വത്തെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റേത് നമ്മുടെ നിത്യവും പത്രങ്ങളിലൂടെ, നമ്മുടെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപജയം എന്താണ് എന്ന്, അധർമ്മം എന്താണ് എന്ന്, അക്രമം എന്താണ് എന്ന്. കാരണം ലോകത്തിന് മുന്നിൽ ഭാരതം അവതരിപ്പിച്ച ഈ ഇതിഹാസം എന്ന് പറയുന്നത് ആധികാരികമായിട്ടുള്ള ഇതിഹാസമാണ്. ഈ ഗീതാ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളോട് രാമായണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും രാമായണം ഒരു പുരാണമാണ് എന്ന് പറയും. അപ്പൊ എന്താണ് രാമായണം, എന്താണ് പുരാണം, എന്താണ് ഇതിഹാസം എന്നൊന്നും നമുക്ക് തന്നെ അറിയില്ലാത്ത ജന്തുക്കളാണ് ഹിന്ദുക്കളായ നമ്മൾ എന്നുള്ള കാര്യം വീണ്ടും ഈ കർക്കിടക മാസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജന്തു എന്ന് പറഞ്ഞാൽ അത്ര മോശം സാധാരണല്ല. ജനിച്ചതെല്ലാം ജന്തുക്കളായി. ഈ ഭൂമുഖത്ത് എന്തൊക്കെ ജനിച്ചിട്ടുണ്ടോ അതെല്ലാം ജന്തുക്കളാണ്. അപ്പോൾ ഇവിടെ ജനിച്ച നമ്മളും ജന്തു തന്നെയാണ്. ഇവിടെ എന്തൊക്കെ ഭവിച്ചിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഭൂതങ്ങളാണ്. അപ്പോൾ നമ്മളും ഭൂതങ്ങളാണ്. എന്തിനൊക്കെ ഇവിടെ ജീവനുണ്ടോ അതെല്ലാം ജീവികളാണ്. അപ്പോൾ നമ്മളും ജീവികളാണ്. അപ്പൊ ജീവികളായ, ജന്തുക്കളായ, ഭൂതങ്ങളായ നമ്മൾ എങ്ങനെ ജീവിക്കണം, അതാണ് രാമായണം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. മുന്നേ നടന്നു പോയുള്ള വഴിയിലൂടെ പോയാൽ വളരെ വേഗം നമുക്ക് പോകാനാവും. വളരെ വേഗം മാത്രമല്ല, സുരക്ഷിതമായി യാത്ര ചെയ്യാനാവും. എന്തുമാത്രമല്ല, കൂടുതൽ അറിവോടെ കാഴ്ചകൾ കണ്ട്, മനോഹരമായ കാഴ്ചകൾ കണ്ട് തിരിച്ചറിഞ്ഞ് നല്ല ഉല്ലാസയാത്ര നടത്താനാവും. കാരണം എന്താ, നമുക്ക് മുന്നേ യാത്ര ചെയ്തവർ ഒരുപാട് മാർഗങ്ങളെ, വഴികളെ വെട്ടി തെളിച്ചാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. രാമന്റെ പിന്നാലെ പോകുമ്പോൾ ആ യാത്ര, ജീവിതമാകുന്ന യാത്ര എന്ന് പറയുന്നത് വളരെ സുഗമമാക്കി, വളരെ ഉല്ലാസകരമാക്കി മാറ്റാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ രാമായണം എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവർക്കും കഥ അറിയാറില്ലേ. രാമായണം എഴുതിയതാരാണ്? ആദികാവ്യമായിട്ടുള്ള സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കർക്കിടകം എന്ന് പറയുന്നത് ഔഷധ സേവയുടെയും കൂടി സമയമാണ്. കഴിഞ്ഞ വർഷം എന്നപോലെ തന്നെ SNDP യോഗം കണിച്ചുകൊണ്ടുള്ള യൂണിയനിലെ യൂത്തും മറ്റ് ഈ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ആദ്യത്തെ 10 ദിവസം ഔഷധക്കഞ്ഞി അവർ തയ്യാറാക്കി ഭക്തജനങ്ങൾക്ക് നൽകുന്ന വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം ഇവിടെയുണ്ട്. ആയതിൻ്റെ ഔപചാരികമായ വിതരണ കർമ്മം ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാവുക. അതിൻ്റെ വിതരണം ഈ പ്രഭാഷണത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ യൂത്തുമ്മൻ്റെ പ്രവർത്തകർ, SNDP യൂണിയൻ്റെ നേതാക്കൾ ഒക്കെ ചേർന്നുകൊണ്ട് ആദരണീയനായ ദേവസ്വം ഖജാൻജി ശ്രീ CS സ്വാമിനാഥൻ ചളിയിൽ അവർ ഈ ഔഷധക്കഞ്ഞിയുടെ വിതരണ കർമ്മം, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ഈ സത്കർമ്മം ചെയ്യുന്ന ആദരണീയരായ SNDP ചുമതല യൂണിയൻ യൂത്ത് പ്രവർത്തകരെ സർവാത്മന ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഔഷധക്കഞ്ഞിയുടെ വിതരണം തുടർന്ന് ഈ പ്രഭാഷണ ശേഷമായിരിക്കും ഉണ്ടാവുക. ദേശം രാമായണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് വന്നത്. രാമായണം ലോകത്തെ എല്ലാ ഇടങ്ങളിലും രാമായണമുണ്ട്. രാമായണം നമ്മുടെ നാട്ടിൽ മാത്രമല്ല, പല ഭാഷകളിൽ രാമായണമുണ്ട്. ആദ്യം എഴുതപ്പെട്ട രാമായണം അല്ലെങ്കിൽ സംസ്കൃതത്തിൽ എഴുതിയ രാമായണം എന്ന് പറയുന്നത് വാൽമീകി മഹർഷിയുടേതാണെന്ന് നമുക്ക്
നമുക്കെല്ലാം അറിയാം. ഇവിടെ പറഞ്ഞു വന്നൊരു കാര്യം, പുരാണമാണോ ഇതിഹാസമാണോ, എന്താണ് കാവ്യമാണോ എന്താണ് എന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളത്. ഇതിഹാസം, ആദ്യ കാവ്യമായിട്ടുള്ള രാമായണം നമ്മുടെ ഇതിഹാസമായിട്ടാണ് അറിയപ്പെടുന്നത്. ലോകത്തെന്നും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. ഇതിഹാസം എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നടന്നതാണ്, ഇത് ഇന്നലെ നടന്നതാണ്, സംഭവിച്ചതാണ് എന്നാണ് ഇതിഹാസം കൊണ്ട്, ആ വാക്കുകൊണ്ട്, പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിഹാസങ്ങൾ നമുക്ക് രണ്ടുണ്ട്. അത് ആദികാവ്യമായ ശ്രീരാമായണവും മഹാഭാരതവുമാണ് നമ്മുടെ രണ്ട് ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, നമുക്ക് 18 പുരാണങ്ങളുണ്ട്, 4 വേദങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കേണ്ട വിഷയമാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രാമായണം ആദ്യം രചിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വാൽമീകി മഹർഷി സംസ്കൃതത്തിലാണ് രാമായണം രചിച്ചതെന്ന് പറയും. പക്ഷെ അതിനു മുൻപ് രാമായണം രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് രാമായണത്തിന് നമ്മൾ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് വായിച്ചു തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, ബ്രഹ്മാവാണ് നേരത്തെ ഈ രാമായണം രചിച്ചിട്ടുള്ളത്. 100 കോടി ഗ്രന്ഥമുണ്ട് ഇല്ലത് ഭൂമി തന്നെ എന്നാ പറയാം. 100 കോടി ഗ്രന്ഥമുണ്ട്. അത് ഏത്? ബ്രഹ്മാവ് രചിച്ച രാമായണം. അതിന് നിലവിലില്ല എന്ന് പറയുന്നു. ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള പുസ്തകത്തെയല്ല, 32 വരികൾ ചേർന്ന ശ്ലോകത്തെയാണ് ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത്. അങ്ങനെ 100 കോടി ഗ്രന്ഥം ഉണ്ടായിരുന്നു ആദ്യത്തെ രാമായണം. അപ്പൊ ബ്രഹ്മാവാണ് രചിച്ചത് എന്ന് കിളിപ്പാട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ അതിനു മുമ്പ് രാമായണം രചിക്കപ്പെട്ടിരുന്നു. അതെവിടെയാണ് രാമായണം രചിച്ചത്? ബ്രഹ്മാവിന് മുമ്പ്. ബ്രഹ്മാവിന് മുമ്പ് രചിക്കാൻ ആർക്കാണ് സാധിക്കുക? തീർച്ചയായിട്ടും ശിവഭഗവാനാണ് ആദ്യമായി രാമായണം രചിച്ചതെന്നാണ് പറയുക. അതെവിടെയാണ്? അത് ഭഗവാന്റെ മനസ്സിലാണ്. അത് അക്ഷരരൂപത്തിലേക്ക് വന്നിട്ടില്ല, അത് മനസ്സിലാണ്. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെല്ലാം അറിയപ്പെടുന്ന രാമായണം ഏത് രാമായണമാണ്? തുളസീദാസ ഗോസ്വാമിയുടെ രാമായണം. തുളസീദാസ രാമായണം എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് തുളസീദാസ രാമായണം എന്നാണ്. പക്ഷേ അതിന്റെ പേരെന്താണ്? രാമചരിത മാനസ് എന്നാണ്. എന്തുകൊണ്ട് മാനസ് വന്നു? അത് ശിവഭഗവാന്റെ മനസ്സിലുരുത്തിരിഞ്ഞ് രൂപപ്പെട്ട രാമായണമാണ്. പിന്നീട് ബ്രഹ്മാവിലൂടെ, അത് നാരദ മഹർഷിയിലൂടെ, വാൽമീകിയിലൂടെ നമുക്ക് ലഭിച്ച രാമായണം വാൽമീകി രാമായണം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ നിത്യം നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യുന്നത് വാൽമീകി രാമായണമല്ല. സംസ്കൃതമായതുകൊണ്ട്, അതിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയാസമുള്ളത് കൊണ്ട് അതിനെ മലയാളത്തിലാക്കി. ശരിക്കും പറഞ്ഞാൽ വാൽമീകി രാമായണമല്ല എഴുത്തച്ഛന്റെ രാമായണം. എഴുത്തച്ഛന്റെ രാമായണം എന്ന് പറഞ്ഞാൽ വ്യാസരാമായണം എന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ചൊക്കെ തർക്കമുണ്ട്. ഒരുപാട് കാലഘട്ടത്തിന് മുമ്പാണ് ഉണ്ടായത്. എഴുത്തച്ഛൻ തന്നെ 16ാം നൂറ്റാണ്ടിലാണ് എന്ന് പറയുമ്പോൾ 400-400-400-ലേറെ വർഷങ്ങൾക്ക് മുമ്പാണ് എഴുത്തച്ഛൻ തന്നെ ഈ കിളിപ്പാട്ട്, അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത്രയും വർഷങ്ങൾക്ക് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് തന്നെ രൂപപ്പെട്ടു വന്ന ഈ രാമായണം ഇങ്ങനെ തലമുറയായി പകർന്നു പോരുകയാണ്. അത് കർക്കിടക മാസത്തിൽ എന്തുകൊണ്ട് പാരായണം ചെയ്യുന്നു? കർക്കിടക മാസത്തിൽ ഏറ്റവും നല്ല മാസമായിരുന്നു. ഏറ്റവും നല്ല മാസം കർക്കിടകമാണോ ചിങ്ങമല്ലേ എന്ന് ചോദിക്കേണ്ട. കാരണം കർക്കിടക മാസം എന്ന് പറയുന്നത് പ്രകൃതിയാകെ ഇങ്ങനെ എന്താ പറയണ്ട, പന്നക്കർക്കിടകം എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. പ്രകൃതി നല്ല മഴ കൊണ്ട് ആകെ എല്ലായിടവും വെള്ളം നിറഞ്ഞ് നമ്മുടെ യാത്രകൾ ബുദ്ധിമുട്ടായി, ജീവിതം ബുദ്ധിമുട്ടായി, തൊഴിലിന് ബുദ്ധിമുട്ടായി. ഈ ഐറ്റിയൊന്നും ഇല്ലാതിരുന്ന കാലത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് വീട്ടിലിരുന്ന് അല്ലെ, ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഐറ്റി ജോലി വീട്ടിലിരുന്ന് ചെയ്യാം. അന്ന് കൃഷിവേല മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോ പുരയിടത്തിൽ ഈ പണി ചെയ്യാനാവാത്ത സാഹചര്യത്തിൽ എന്ന ആ പരമ്പരയെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാമായണ പാരായണം തുടങ്ങിയതാണ്. അത് 1982-ലാണ് ഇങ്ങനെ ഒരു ഏകീകൃത രൂപം ഉണ്ടായത്. എറണാകുളത്ത് ചേർന്ന വിശാല ഹിന്ദു സമ്മേളനത്തിൽ വെച്ചിട്ട് പരമേശ്വർജിയെ പോലുള്ള, ചിന്മയാനന്ദ സ്വാമികളെ പോലുള്ളവർ പങ്കെടുത്ത ആ യോഗത്തിലാണ് രാമായണ മാസമായി കർക്കിടക മാസം നമുക്ക് ആചരിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇതിനു മുമ്പ് രാമായണം ഇവിടെ പാരായണം ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ വീടുകളിലും, ക്ഷേത്രങ്ങളിലും, ആധ്യാത്മിക സ്ഥാപനങ്ങളിലുമെല്ലാം ഒരേപോലെ കർക്കിടക മാസം 1 മുതൽ 31 അല്ലെങ്കിൽ 32, കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 32ആയിരുന്നു. ഇത്തവണ ഇതിന് 32ആയപ്പോൾ കർക്കിടകം 31 ഉള്ളൂ. അപ്പൊ ഈ മാസം മുഴുവൻ പൂർണ്ണമായും രാമായണം പാരായണം ചെയ്യാൻ തീരുമാനിച്ചത് 82-ൽ മാത്രമാണ്. ഇത്രയും കാലമേ ആയിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് രാമായണമുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാര്, നമ്മുടെ മുത്തശ്ശന്മാര്, മുത്തശ്ശിമാര്, അവരുടെ ആ തലമുറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പരമ്പര എന്ന് പറയുന്നത് രാമായണം പാരായണം ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് രാമായണം പാരായണം ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് രാമായണം പാരായണം ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മൂലം കർത്താവായിട്ടുള്ള വാൽമീകി മഹർഷി തന്നെയാണ് അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്.
കാട്ടുകൊള്ളക്കാരനായി. പിന്നീട് രാമായണത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ വാൽമീകി മഹർഷിയുടെ കഥ പറയുന്നത് കൊണ്ട് അതിലേക്ക് വിശദീകരിച്ചു പോകുന്നെങ്കിലും രണ്ടു വാക്ക് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളത് കൊണ്ട് കാട്ടുകാളനായിരുന്ന, കാട്ടുകൊള്ളക്കാരനായിരുന്ന, എല്ലാവരുടെയും സാധന സാമഗ്രികൾ പിടിച്ചു പറിക്കുന്ന ഒരു മോഷ്ടാവായിരുന്ന, തസ്കരനായിരുന്ന രത്നാകരൻ എന്ന് പറയുന്ന ഒരാൾ. ആ രത്നാകരനാണ് സപ്തർഷികളായിട്ടുള്ള അവരുടെ സത്സംഗത്തിലൂടെ, സത്സംഗം എന്ന് പറഞ്ഞാൽ ഇതാണ് സത്സംഗം, സത്യമായതിനെ കുറിച്ച് പറയുന്ന, സത്യമായതിന്റെ അടുത്തട്ടിൽ വന്നിരുന്ന അത് കേൾക്കുന്ന ആ ഒരു കാഴ്ചയും ആ ഒരു കേൾവിയും ആ മനസ്സിലാക്കലും അതാണ് സത്സംഗം. അങ്ങനെ സപ്തർഷികളുടെ ആ മുനിമാര് വന്നപ്പോൾ ഈ കാട്ടുകള്ളനെ അല്ലെങ്കിൽ കാട്ടാളനോട് ചോദ്യം ചെയ്തു. എന്താ ചോദ്യം ചെയ്തത്? നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അധർമ്മമല്ലേ, അക്രമമല്ലേ, അനീതിയല്ലേ? ഇത് നീ തന്നെ ഈ ജന്മത്തിൽ തിന്നു തീർക്കുമോ, സഹിച്ചു തീർക്കുമോ, അനുഭവിച്ചു തീർക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് കർമ്മഗതിയെ കുറിച്ച് ആ കാട്ടാളനായ മനുഷ്യൻ മനസ്സിലാക്കുന്നത്. ഇല്ല, ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ ഭാര്യയുടെ വീട്ടില് മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരെ പോറ്റാനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് ഒരുമാരൊരു ചോദ്യം ചോദിച്ചു. അവരീ പാപം അനുഭവിക്കുമോ? തീർച്ചയായും അവരനുഭവിക്കും. നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ സർവ്വധൈര്യവും പോയി. കാട്ടാളൻ എന്തു പറഞ്ഞു? ഞാൻ എന്നാൽ വീട് വരെ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഒറ്റ ഓട്ടം. നിന്ന നിൽപ്പില് എന്താ പറയേണ്ടത്? 50 മൈൽ സ്പീഡിലാണ് അങ്ങോട്ട് പോയതെങ്കിൽ അവിടെ ചെന്ന് ഭാര്യയെ കണ്ടു, മക്കളെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം, ഈ അധർമ്മങ്ങളെല്ലാം, ഈ അക്രമങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ തീറ്റിപ്പോറ്റാനല്ലേ? അവരെല്ലാരും തലകുലുക്കി സമ്മതിച്ചു, ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം, ഇതിന്റെയൊക്കെ പാപത്തിന്റെ ഫലം നിങ്ങൾ കൂടി അനുഭവിക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരിക്കലും ഇല്ല, ഞങ്ങൾ അനുഭവിക്കേണ്ട കാര്യമില്ല. അങ്ങ് ഭർത്താവാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ നാഥനാണ്. നാഥനായ അങ്ങയുടെ ചുമതലയാണ്, കർത്തവ്യമാണ്, കടമയാണ് ഞങ്ങളെ സംരക്ഷിക്കുക, മാതാപിതാക്കളെ സംരക്ഷിക്കുക, മക്കളെ സംരക്ഷിക്കുക, ഭാര്യയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ്, ഗ്രഹനാഥനാണ്. അതുകൊണ്ട് ഈ പാപത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈകളില്ല, ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയും. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ കാട്ടാളന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാം ഇവർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ കാട്ടാളൻ 50 മൈൽ സ്പീഡിൽ പോയാൽ 100 മൈൽ സ്പീഡിലേക്ക് ഒരുമാരുടെ അടുക്കലേക്ക് ഓടിയെത്തി അവിടെ കാൽക്ക് വീണു. എങ്ങനെയാണ് ഈ പാപങ്ങളിൽ നിന്ന് കരകയറുക എന്ന് ചോദിച്ചപ്പോൾ മാർഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ മന്ത്രമാണ്, ഒരു നാമമാണ്, ഒറ്റ നാമം. വലിയ മന്ത്രങ്ങളൊന്നുമില്ല, ഒരുപാട് സംസ്കൃതമില്ല, ഒരു നാമം പോലും പറയാനറിയാത്ത ആ കാട്ടാളനോട് പറഞ്ഞത് രാമ 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 രാമ. ഈ രാമ രാമ എന്ന് പോലും പറയാൻ അറിയാത്ത കാട്ടാളനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ നാമം. അത് മന്ത്രവുമാണ്, ഒരേ സമയം നാമമാണ്, മന്ത്രവുമാണ്. അതാണ് പ്രത്യേകത. രാമായണം നമ്മൾ വായിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ മന്ത്രങ്ങൾ ദീക്ഷയിലൂടെയാണ്, ഒരു ഗുരുനാഥനിലൂടെ, സ്വാമിമാരിലൂടെ, ആധ്യാത്മിക ആചാര്യയിലൂടെ, ദീക്ഷയിലൂടെയാണ് നമ്മൾ സ്വീകരിക്കുക. അതിന് പ്രത്യേക ചിട്ടവട്ടങ്ങളുണ്ട്. ഈ രാമനാമം ആർക്കും എവിടെയിരുന്നും എപ്പോഴും എങ്ങനെയും ചൊല്ലാം. അതൊരേ സമയം നാമവുമാകുന്നു, അതൊരേ സമയം മന്ത്രവുമാകുന്നു. അങ്ങനെ രാമനാമം പറയാനറിയാത്ത നമ്മൾ കേട്ടിട്ടുണ്ടാക്കുക അതേപോലെ സ്ഥിരീകരിക്കേണ്ട കാര്യമില്ല. ആമരം ഈ മരം എന്നൊക്കെ പറഞ്ഞതും അങ്ങനെ അവസാനം അത് രാമ 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 രാമയായി മാറിയതും പിന്നീട് യുഗങ്ങൾ കഴിഞ്ഞത് എപ്പോഴും നമ്മുടെ ഈ മുനിമാര് അടങ്ങിയെത്തിയപ്പോൾ കാട്ടിൽ നിന്ന് രാമ എന്നുള്ള മന്ത്രധ്വനി കേട്ടപ്പോൾ എന്താണ് എന്ന് അവർ അന്വേഷിക്കുകയും അപ്പോഴാണ് പഴയ കാര്യ സംഭവം ഓർമ്മ വന്നത്. ആ മൺകുറ്റില് ഒളിഞ്ഞിരുന്ന ശബ്ദം അത് സാക്ഷാൽ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളനായിരുന്നു. അതാണ് പിന്നീട് വാത്മീകത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് വാത്മീകി മഹർഷിയായി. ഒരു കാട്ടാളന് പോലും ഏറ്റവും അധർമ്മ പ്രവൃത്തികൾ ചെയ്ത, അനീതി ചെയ്ത, അക്രമ പ്രവൃത്തികൾ ചെയ്ത ഒരു മനുഷ്യന് പോലും, ഒരു കാട്ടാളന് പോലും എന്ത് ചെയ്യാനാകുന്നു? തീർച്ചയായും ഈശ്വരത്വത്തിലേക്ക് ഉയരുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാളും എത്രയോ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ ജീവിതത്തിൽ ആധ്യാത്മിക പാതയിൽ എവിടെ എത്താം എന്നാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം, രാമ എന്ന ശബ്ദം ശരിക്കും പറഞ്ഞാൽ താരക മന്ത്രം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് താരക മന്ത്രമാകുന്നത്? ശരിക്കും രാമമന്ത്രത്തിന്റെ പ്രത്യേകത നമശിവായ, നമശിവായ മന്ത്രം എന്ന് നമ്മൾ പറയാറുണ്ട്. നാരായണ മന്ത്രം നമ്മൾ ചൊല്ലാറുണ്ട്. നാരായണ അല്ലെ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഇങ്ങനെ പല മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്.
അതിൽ നമശിവായയിലെ ആ എന്ന് പറയുന്ന അക്ഷരം, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഈ 2 അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് നാരായണായ എന്നുള്ളതിലെ ആ രാ ശബ്ദം, ഈ ബീജ അക്ഷരങ്ങൾ ചേർത്തിട്ടാണ് രാമശബ്ദം രൂപപ്പെട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, സർവ്വതിന്റെയും എന്താ പറയേണ്ടത്, സൃഷ്ടിയല്ല സ്ഥിതിപാലകനായിട്ടുള്ള മഹാവിഷ്ണു, സംഹാരരൂപമായിട്ടുള്ള പരമശിവൻ, ഇവര് രണ്ടുപേരും ജപിക്കുന്നതിന് തുല്യമാണ് ഒരു രാമശബ്ദം എന്നാലോചിക്കുക. അപ്പൊ തീർച്ചയായും രാമായണം പാരായണം ചെയ്യുന്നതിന്റെ പ്രസക്തി എന്താണ്? ഇതിപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ആമുഖമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുക. കാരണം ഇവിടെ എത്തുമ്പോൾ തന്നെ ചിലർ ചോദിക്കുകയുണ്ടായി, രാമായണം എപ്പോൾ വായിക്കാം? ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ വരത്തുള്ളൂ, രാവിലെ വായിക്കാൻ പറ്റില്ല, രാത്രി വായിക്കാമോ? സന്ധിക്കാൻ വായിച്ചാൽ മറ്റേ എന്താണ് ഗതയുമായിട്ടും ഹനുമാൻ സ്വാമി വന്ന് അടിക്കില്ലേ? അതുകൊണ്ട് അടി കൊള്ളണം, സന്ധ്യാസമയത്ത് വായിക്കണം അല്ലേ? അമ്മ, എനിക്ക് വയ്യാത്ത അമ്മ, 80 വയസ്സുള്ള അമ്മയുണ്ട്, അപ്പൊ അമ്മയ്ക്ക് ഇരിക്കാൻ മേല, കിടക്കുകയാണ്, കിടന്നുകൊണ്ട് വായിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ. അതിന് ആചാര്യന്മാർ, യഥാർത്ഥമായ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഒറ്റ ഉത്തരമേ ഉള്ളൂ: രാമായണം വായിക്കാൻ നമുക്ക്, വായിക്കാതിരിക്കാൻ നമുക്ക് 1000 കോടിക്കണക്കിന് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. രാമായണം വായിക്കാൻ നമുക്ക് ഒറ്റ കാരണമേ ഉള്ളൂ, അത് അമ്മയോടുള്ള, ഭഗവതിയോടുള്ള ഭക്തി മാത്രം. ഭക്തി മാത്രമാണ്, വേറൊന്നും വേണ്ട. പാരായണത്തിന് നമ്മുടെ അക്ഷരങ്ങൾ സ്ഫുടത ഇല്ലെങ്കിൽ, ഉച്ചാരണ ശുദ്ധി ഇല്ലെങ്കിൽ ഭഗവാൻ അവർ നോക്കില്ല തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, സംഗീതം പഠിച്ചിട്ട് രാമായണം പാരായണം ചെയ്യേണ്ടതാണ്, ഒരിക്കലും സംഗീതവുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ നീട്ടി കുറുക്കിയൊക്കെ വായിക്കുന്നത് അതൊക്കെ ഒരു ശൈലി വായിക്കുന്നു, നമുക്കറിയുന്ന ഭാഷയിൽ, അറിയുന്ന ശബ്ദത്തില്, അറിയുന്ന ഉച്ചാരണത്തില് വായിക്കാൻ, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ കഴിയുന്നവർക്ക് വായിക്കാം. വായിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം അല്ലേ? നമ്മൾ പറയുകയാണ്, ഈ രാവിലെയാണോ വായിക്കുന്നത്? രാവിലെ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ അതോടുകൂടി വായന നിർത്തും. സന്ധ്യാനേരത്താണോ വായിക്കുന്നത്? ഇപ്പൊ വായിക്കാൻ പാടില്ല, ഹനുമാൻ സ്വാമി ജപിക്കാൻ പോകുന്ന നേരമല്ലേ എന്ന് ചോദിച്ചാൽ പിന്നെ അവൻ രാമായണം കയ്യിലെടുക്കില്ല. അപ്പോ മറ്റൊരാളോട് ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ ഓർക്കണം, ഒരാള് ഭഗവാനോട് അടുക്കാനുള്ള വഴി നമ്മളായിട്ട് ഇത് ചെയ്യാണ്, കെട്ടിയടക്കുകയാണ്. ചെയ്യാൻ പാടില്ല, നമ്മളും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഏതൊക്കെ സമയമുണ്ടോ ആ സമയത്തെല്ലാം പാരായണം ചെയ്യേണ്ട ഗ്രന്ഥത്തിന്റെ പേരാണ് ഏതാണ്? നമ്മൾ ആ പൂജാമുറിയിലെ തട്ടുംപുറത്ത് കയറ്റി വെച്ചിരിക്കുന്ന, പട്ട് തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന രാമായണം കർക്കിടകത്തിൽ 1-ാം തീയതി അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം നമ്മളത് പൊടിയൊക്കെ തട്ടി തട്ടുംപുറത്ത് എടുത്തു വെച്ചു. ആ രാമായണം കർക്കിടക മാസം 31 വരെ വായിക്കേണ്ടതല്ല, വായിക്കണം, പിന്നെയും വായിക്കണം. കാരണം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമോ ആയുസ്സുമോർക്കനി എന്ന് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ വളരെ മനോഹരമായി, ലളിതമായി, സാരല്യത്തോടെ വിവരിക്കുന്ന ഈ രാമായണത്തെ, ഈ കിളിപ്പാട്ടിനെ, അധ്യാത്മ രാമായണത്തെ എന്തുകൊണ്ടാണ് നമ്മൾ കർക്കിടക മാസത്തിലേക്ക് ഒതുക്കുന്നത്? അത് നമ്മുടെ അല്പബുദ്ധി എന്നേ പറയാനാവുകയുള്ളൂ. ഒരു ഗ്രന്ഥവും ഒരു മാസത്തിൽ മാത്രം വായിക്കേണ്ടതല്ല. ഏകീകൃത സ്വഭാവത്തിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് രാമായണ മാസം ആചരിച്ച് രാമായണം വായിക്കാം എന്ന് മാത്രമേ 82-ൽ ചേർന്ന സമ്മേളനത്തിൽ തീരുമാനിച്ചിട്ടുള്ളൂ. ബാക്കി 11 മാസവും തട്ടിൻപുറത്ത് കയറ്റേണ്ട പുസ്തകമാണ് രാമായണം എന്ന് അവിടെ ആരും തീരുമാനിച്ചിട്ടില്ല എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ ഹിന്ദു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഈ രാമായണം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുന്നതാണ്. കുഴികളിൽ വീണുപോയവർ മുന്നേ പോയിട്ടുണ്ടെങ്കിൽ ഈ കുഴികളിൽ വീഴാതിരിക്കും അവരവിടെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് പറയുന്നത് പോലെ, അവർ ചൂണ്ടിക്കാട്ടുമെന്ന് പറയുന്നത് പോലെ, അവരുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കിടുമെന്ന് പറയുന്നത് പോലെ, രാമായണം അങ്ങനെ ഒരുപാട് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും സമഗ്രമായി നമ്മളെ കൈപിടിച്ചുകൊണ്ട് ആനയിക്കുന്നതാണ്. വാൽമീകി മഹർഷിയുടെ കാര്യം പറഞ്ഞു. വാൽമീകി മഹർഷി രാമായണം എഴുതിയത് സംസ്കൃതത്തിലാണെന്ന് പറഞ്ഞു. എഴുത്തച്ഛൻ എഴുതിയത് ഏതിലാണ്? മലയാളത്തിലാണ്. കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയെ ലോകഭാഷകളോട് നോക്കുമ്പോൾ വളരെ കുറച്ച് പേർ സംസാരിക്കുന്നില്ലേ? കേരളത്തിലുള്ളവർ മാത്രം സംസാരിക്കുകയും എഴുതുകയും ചെയ്ത ഒരു ഭാഷ മലയാളത്തിൽ. അതിന് പേരിട്ടത് എന്താണ്? വാൽമീകി രാമായണം എന്നല്ല, മലയാള രാമായണം എന്നല്ല. എന്തായിരുന്നു പേരിട്ടത്? എന്തായിരുന്നു എഴുത്തച്ഛന്റെ രാമായണത്തിന്റെ പേര്? എഴുത്തച്ഛന്റെ രാമായണത്തിന്റെ പേര് അധ്യാത്മ രാമായണം. പിന്നെ ബാക്കി കൂടിയുണ്ട് കിളിപ്പാട്ട്. എന്തുകൊണ്ടാണ് കിളിപ്പാട്ടാക്കി അദ്ദേഹം എഴുതിയത്? അന്ന് ആ കാലഘട്ടത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, ദുരന്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ദുഃഖാകുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് തന്റെ ജീവിതത്തിനെ ബാധിക്കുമോ, പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത. അങ്ങനെയുള്ള ഒരു ആശ്ചര്യമല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ദുഃഖത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആശങ്ക
മാതൃഭാഷയിൽ നിന്നാണ് ശരിക്കും കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ എഴുത്തച്ഛൻ എന്ത് ചെയ്തത്? രാമായണം എഴുതിയത് കൊണ്ട് അതിനെ കിളിപ്പാട്ട് എന്ന് നമ്മൾ വിളിക്കുന്നു. അദ്ദേഹം പ്രാചീന കവിത്രയത്തിൽപ്പെട്ട, നേരത്തെ പറഞ്ഞതുപോലെ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ്. ആ കവി എത്ര മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. കാരണം വാൽമീകി മഹർഷിയുടെ രാമായണം എന്ന് പറയുമ്പോൾ ആ രാമായണം സംസ്കൃതത്തില് വളരെയധികം സംസ്കൃത പദങ്ങൾ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ തന്നെയാണ്. സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാകില്ല. എപ്പോഴാണ് ഈ വാൽമീകി മഹർഷിക്ക് രാമായണം എഴുതേണ്ടി വന്നത്? ഒരിക്കൽ വാൽമീകി മഹർഷി, നാരദ മഹർഷി തന്റെ മുന്നിൽ വന്നപ്പോൾ ചോദിച്ചു, ഈ ലോകത്ത് ഗുണവാനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടോ എന്ന് പറഞ്ഞാൽ സർവഗുണ സമ്പന്നനായ എല്ലാം തികഞ്ഞവനായിട്ട് ഒരാളുണ്ടോ? ധൈര്യവാനായിട്ടുള്ള ഒരുത്തനുണ്ടോ? വീര്യവാനായ ഒരാളുണ്ടോ? വാഗ്മിയായ ഒരാളുണ്ടോ? ഈ സർവ്വലോകത്തിനും പേടിയാകുന്ന അങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ലോകെ ഗുണവാൻ എന്ന് പറഞ്ഞിട്ട് ഈ വാൽമീകി മഹർഷിയുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ആയിട്ടാണ്, മറുപടി ആയിട്ടാണ് നാരദ മഹർഷി പറയുന്നു, ഉണ്ട്. ദശരഥന്റെ പുത്രനായ, അയോധ്യ രാജാവായ ദശരഥന്റെ പുത്രനായി ശ്രീരാമചന്ദ്രദേവൻ എന്ന ഒരാളുണ്ട്. അങ്ങനെയാണ് ശ്രീരാമചന്ദ്രദേവൻ വാഗ്മിയാണ്, ധൈര്യവാനാണ്, വീര്യവാനാണ്, ഈ ശത്രുക്കളെ മുഴുവൻ, ലോകത്തുള്ള മുഴുവൻ ശത്രുക്കളെയും പേടിപ്പെടുത്തുന്നവനാണ്. അങ്ങനെയൊക്കെയുള്ള രാമൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ആ രാമനെ കുറിച്ച് വാൽമീകി മഹർഷി രാമായണം രചിച്ചത്. അതിനു മുമ്പുള്ള കഥ നമുക്കറിയാം. അതിനു മുമ്പാണ് മാനുഷാദപതിഷ്ഠാന്തമകമ എന്ന് പറയുന്ന സംസ്കൃത ശ്ലോകം. 2 ഇടക്കിളികള്, കൗഞ്ചവിദിനങ്ങള്, അതിലൊന്നിനെ വേടൻ അമ്പെയ്ത് കൊന്നു വീഴ്ത്തുന്നു. ആ സമയത്ത് അത് വളരെയധികം ശോകമുണ്ടാക്കി, ദുഃഖമുണ്ടാക്കി. ഈ ശ്ലോകമായി എന്ന് പറഞ്ഞാൽ കവിതയായി, കാവ്യമായി മാറി. അതാണ് രാമായണം. നമുക്ക് ശരിക്കും ഇവിടെ അധ്യാത്മ രാമായണത്തിലേക്കാണ് വരേണ്ടത്. തുഞ്ചത്തെഴുത്തച്ഛൻ വാൽമീകി മഹർഷി മനുഷ്യനുണ്ടോന്നാ ചോദിച്ചത്. ഓരോസ്മിൻ സാമ്പ്രദം ലോകെ ഗുണവാൻ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ ഗുണവാനായിട്ടുള്ള സത്യപരാക്രമിയായിട്ടുള്ള ആ ഒരു മനുഷ്യനുണ്ടോന്നാണ് ചോദിച്ചത്. പക്ഷെ ഇവിടെ എഴുത്തച്ഛൻ ആ മനുഷ്യൻ, ആ ഒരു ഈശ്വരനെ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യനെ ഈശ്വരത്വത്തിലേക്ക് ഉയർത്തുകയാണ് ഇവിടെ എഴുത്തച്ഛൻ ചെയ്യുന്നത്. കാരണം അത്രമാത്രം ഭക്തി ഉള്ള ആളായിരുന്നു എഴുത്തച്ഛൻ. എന്ന് മാത്രമല്ല, ഭാഷയിൽ എഴുത്തച്ഛന്റെ ഭാഷ, നമ്മൾ എഴുത്തച്ഛന്റെ വരികൾ വായിക്കുമ്പോൾ ഓരോ വരികളും ഇങ്ങനെ വന്ന് നമ്മുടെ മുന്നിൽ വന്ന് ഭാരതി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പ്രാർത്ഥിക്കുന്ന എഴുത്തച്ഛന്റെ വരികൾ, എഴുത്തച്ഛന്റെ വാക്കുകൾ നമ്മുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നഗരം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. ആദ്യാക്ഷരപ്രാസം എന്ന് പറഞ്ഞാൽ എല്ലാ അക്ഷരങ്ങളും ഒരുപോലെ ഇരിക്കുക, അന്ത്യാക്ഷരപ്രാസം അവസാനത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ഇരിക്കുക, ദ്വിതീയാക്ഷരപ്രാസം രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ഇരിക്കുക. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ആ രാമായണം, അതാണ് നമുക്ക് സമ്മാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്നോർക്കുക, അത് അപൂർവമായിട്ടുള്ള ഒന്നാണ്. കാരണം അധ്യാത്മ രാമായണം എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അധ്യാത്മം എന്താണ്? ഇതുവരെ നമ്മൾ ചോദിക്കാത്തൊരു ചോദ്യമാണ്. എന്താ ചോദ്യം? നമ്മൾ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നമ്മളെ കുറിച്ച് ചോദിക്കുമ്പോൾ പേര് പറയും, അച്ഛന്റെ പേര് പറയും, വീട്ടുപേര് പറയും, നാട്ടുപേര് പറയും, തൊഴിൽ പറയും, ഇതൊക്കെ പറയും. പക്ഷേ ഈ ചോദ്യം ആരാണ്, നീ ആരാണ് എന്ന് പറയുന്ന പോലെ ഞാൻ ആരാണ്, അതാണ് അധ്യാത്മ രാമായണം. ഞാൻ ആരാണ് എന്നുള്ള ഉത്തരത്തിലേക്ക് ഞാൻ നടന്നെടുക്കുന്നതാണ്. രാമന്റെ യാത്രയിലൂടെ നടന്നുപോയി അവസാനം ഞാൻ രാമനായി മാറുന്നു എന്നുള്ള തത്വമാണ് ശരിക്കും അധ്യാത്മ രാമായണം, അധ്യാത്മ പ്രദീപകം എന്ന് പിന്നീട് പറഞ്ഞു. അങ്ങനെ വഴിവിളക്കായി, പ്രകാശഗോപുരമായി നമുക്ക് മുന്നിലുള്ള ഈ രാമായണത്തെ നമുക്ക് എങ്ങനെയാണ് സ്വീകരിക്കാനായിട്ട് സാധിക്കുക? തീർച്ചയായും അത് കർക്കിടക മാസത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല ഈ രാമായണം. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ദിവസവും വായിക്കാനായിട്ട് കഴിയണം. എപ്പോ വായിക്കണം എന്ന് നേരത്തെ പറഞ്ഞു. ചിലർ ചോദിക്കുകയുണ്ടായി, എപ്പോ വേണമെങ്കിലും രാമായണം വായിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും വായിക്കാം. വയ്യാതെ കിടക്കുന്നയാൾക്ക് കിടന്നുകൊണ്ട് കൈ ഉയരുമെങ്കിൽ, കൈ പിടിച്ച് വായിക്കാൻ പറ്റുമെങ്കിൽ കിടന്നുകൊണ്ട് വേണമെങ്കിൽ രാമായണം വായിക്കാം. കാലുകൾ വയ്യെങ്കിൽ കസേരയിലിരുന്ന് വേണമെങ്കിൽ രാമായണം വായിക്കാം. അപ്പോൾ കിടക്ക് നിലവിളക്ക് താഴെയായി പോയില്ലേ എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും പിന്നെ ആ വ്യക്തിക്ക് രാമായണം വായിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ സങ്കല്പമാണ്, നമ്മുടെ ഭാവനയാണ്. അവിടെ ഒരിക്കലും അതിനെ ധിക്കരിക്കുകയല്ല. കാരണം എന്റെ ശാരീരികമായ അവസ്ഥ എന്താണ്, അവശത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ പ്രവൃത്തി പൂർണ്ണ ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ പിന്നെ അവിടെ തെറ്റില്ല. അതുകൊണ്ട് ഏത് സമയത്ത് രാമായണം വായിക്കാം, എവിടെ വേണം, എങ്ങനെ വേണമെങ്കിലും വായിക്കാം. അതിൽ പ്രത്യേക നിഷ്ഠകളൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാം ഒരു നന്നായി നടക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആചാര്യന്മാർ ചില ഭാഗവത സപ്താഹ വേദികളിലും മറ്റും ചില ആചാര്യന്മാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്ത് തോന്നും? എന്റെ ദൈവമേ, ഈ രാമായണത്തെ ഞാൻ കൈകൊണ്ട് തൊടില്ലേ
എന്ന് പറയുന്ന ആൾക്കാരെ കാണാം. കാരണം എന്താ? പറഞ്ഞ് പേടിപ്പിക്കുക. ഇവിടെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിനുള്ളിലിരിക്കുന്നത് പേടിപ്പെടുത്തുന്ന ഒന്നല്ല, അത് എന്റെ അമ്മയാണ് എന്നുള്ള ബോധ്യമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ഓടിച്ചെന്ന് അമ്മയുടെ മടിയിലേക്ക് എനിക്കിരിക്കാം. കാരണം ഞാൻ അമ്മയുടെ മകനാണ്, മകളാണ്. ആ ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാൻ അമ്മയുടെ മകനാണെങ്കിൽ, ഞാൻ അമ്മയുടെ മകനാണെങ്കിൽ, ആ അമ്മ എന്ന് പറയുന്നത് എന്റെ അമ്മയാണെങ്കിൽ ആ അമ്മയ്ക്ക് തിരിച്ചു പറയാൻ കഴിയണം, അത് എന്റെ മകനാണ്. നോക്കിക്കേ, ഞാൻ പറഞ്ഞതുപോലെ നടക്കുന്നവനാണ്, അതെന്റെ മകളാണ്, ഞാൻ പറയുന്നത് പോലെ നടക്കുന്നവളാണ്. അതിനെയാണ് ശ്രീമത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം അതിന്റെ പേര് തന്നെ ഇന്ന് നമ്മൾ പറയുന്ന ഗീത എന്ന് പറയുന്നു. ഭഗവത്ഗീത എന്ന് പറയുന്നത് ശരിക്കും ശ്രീമദ് ഭഗവത് ഗീത എന്നാണ് അതിന്റെ പേര്. അപ്പൊ ശ്രീമത്ത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വഴി എന്നാണ് അതിനർത്ഥം. അമ്മ പറയുന്ന വഴികളിലൂടെ നടക്കണം എന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചിട്ടകളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ചിട്ടകളിലൂടെ പോകുന്നത് കൂടുതൽ നന്മകളിലേക്ക് എത്താനാണ്, നമ്മളെ ശക്തിപ്പെടുത്താനാണ്, നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കാനാണ്, നമുക്ക് കൂടുതൽ നന്മകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒന്നും ഇല്ലാതാക്കാനല്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങളെല്ലാവരും തന്നെ രാമായണം പാരായണം ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും ഇവിടെ എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷെ വൈകിട്ടാണെങ്കിലും പാരായണം ചെയ്യുമായിരിക്കും. എന്നാലും നിർബന്ധമായും നമ്മൾ പാരായണം ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരെ കൂടി നമ്മൾ പാരായണം ചെയ്യാനായിട്ട് നമുക്ക് ഇന്ന് പരിമിതമായ സമയം മാത്രമേ ഉള്ളൂ. കാരണം വൈകിയാണ് സഹസ്രനാമ അർച്ചനയൊക്കെ ആരംഭിച്ചത്. അപ്പോൾ അതുകൊണ്ട് നാളെ മുതൽ കൃത്യമായ സമയത്ത് ആരംഭിക്കും. ഇന്നിപ്പോ നമുക്ക് കുറച്ച് അതിന്റെ തുടക്കമെന്ന നിലയ്ക്ക് കുറച്ച് പാരായണം ചെയ്തിട്ട് നിർത്താം. അതിനു മുമ്പ് ഒരു കാര്യമുള്ളത്, രാമായണം എല്ലാ ദിവസവും നമ്മൾ ഒരു രാമായണം സമ്മാനമായി നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം 32 ദിവസം നൽകിയിരുന്നു. ഇത്തവണ നൽകുന്ന സമ്മാനമായ രാമായണം അത് ഗുരുവായൂരപ്പന്റെ പ്രസാദമാണ്. ഗുരുവായൂരപ്പന്റെ പ്രസാദം എന്ന് പറയുമ്പോൾ ഗുരുവായൂരിൽ പോയി കഴിഞ്ഞ ആഴ്ച പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. അത് വലിയൊരു കഥയാണ്, പിന്നീട് പറയാം, ഇപ്പൊ പറയാൻ സമയമില്ല. അപ്പോൾ രാമായണം ഇവിടെ ഉണ്ട്. അത് ഗുരുവായൂരപ്പന്റെ പ്രസാദമാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അത് രാമായണം കൂടി അതിനകത്തുണ്ട്. നമ്മൾ 500 രൂപ കൊടുത്തിട്ട് രാമായണം പോയി വാങ്ങുമ്പോൾ അതിനകത്ത് ഉത്തര രാമായണം ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ രാമായണം നാളെ നമ്മുടെ കുട്ടികൾക്ക് ഉത്തര രാമായണം ഏതാണ്, വേറെ പുസ്തകമല്ലേ, അത് വേറെ ആരും എഴുതിയില്ലെന്ന് ചോദിക്കും. കാരണം എന്താ, ഇന്ന് ഇറങ്ങുന്ന ഭൂരിഭാഗം രാമായണത്തിലും എന്തില്ല, ഉത്തര രാമായണം ഇല്ല. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത്, ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഒരു രാമായണം വാങ്ങുക, ആർക്കെങ്കിലുമൊക്കെ സമ്മാനിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണത്. വളരെ വിലക്കുറവുള്ള ഗ്രന്ഥം കൂടിയാണ്. മറ്റുള്ളതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉത്തര രാമായണം കൂടിയുണ്ട്. എന്നിട്ടും ഗുരുവായൂർ ദേവസ്വം അവരുടെ ഒരു എന്താ പറയേണ്ടത്, ആ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വലിയ കർമ്മം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ രാമായണമാണ്, ഉത്തര രാമായണം കൂടിയുള്ള രാമായണമാണ് സമ്മാനമായി നൽകുന്നത്. ഇന്നത്തെ ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, അധ്യാത്മ രാമായണത്തിന്റെ കർത്താവ് ആര് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അധ്യാത്മ രാമായണത്തിന്റെ കർത്താവ്, അതിന്റെ പേപ്പറുണ്ട്, ആ പേപ്പർ അവിടെ കിട്ടും. പേന എഴുതി ഇതിനകത്ത് ഇടുക. ഉടൻ തന്നെ പ്രഭാഷണം തീർന്നാൽ ഉടൻ തന്നെ നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ സമ്മാന വിതരണം ഉണ്ടാവും. 31 ദിവസവും നമ്മൾ രാമായണം സമ്മാനമായി നൽകുന്നതായിരിക്കും. ആദ്യം കുറച്ച് ഭാഗം പാരായണത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ശ്രീ ഗണപതേ നമഃ. അഭിജ്ഞമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.
ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഈ കിളിപ്പാട്ട് രൂപത്തില് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ നേരിട്ടല്ല കഥ പറയുന്നത്. രാമായണത്തിന്റെ കഥ എഴുത്തച്ഛൻ നേരിട്ട് പറയാതെ തത്തയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് ശാരിക പൈതലെ വിളിച്ചിട്ടാണ് കഥ ആരംഭിക്കുന്നത്. ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നാരായണനായ ഗണനായകൻ, ഗണങ്ങളുടെ നായകനായ ഗണപതി മുതൽ ഒരുപാട് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ശരിക്കും പറയുകയാണ് ഗണനായകൻ ഗണപതി ഒരിക്കലൂടെയാണ് നമ്മളെല്ലാം പൂജാരി കർമ്മങ്ങൾ ആരംഭിക്കുക. അതുകൊണ്ട് ഗണപതിയെ വിളിച്ചുകൊണ്ട് സർവ്വ ദേവന്മാരെയും വിളിച്ചുകൊണ്ട് വാൽമീകി മഹർഷിയെ അതോടൊപ്പം തന്നെ വ്യാസഭഗവാനെ അങ്ങനെ എല്ലാവരെയും നമിച്ചുകൊണ്ടാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തന്റെ രചന അല്ലെങ്കിൽ ഈ രചനയുടെ രാമായണ രചനയുടെ ആദ്യ ഘട്ടത്തിൽ ആദ്യ ഭാഗത്ത് ചെയ്യുന്നത് ഇതാണ്. തീർച്ചയായിട്ടും എല്ലാ ദൈവന്മാരെയും വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭക്തിച്ചുകൊണ്ടാണ്. കാരണം അതാണ് ഒരു ഇതിഹാസം അല്ലെങ്കിൽ ഒരു കാവ്യരചനയുടെ ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് തന്നെ ആദ്യ വന്ദനമാണ് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് തുടക്കം, രാമായണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭഗവാനെ കുറിച്ച് പറയുന്നു. നേരത്തെ പറഞ്ഞ പോലെ വാരിധി തന്നെ തിരമാലകൾ എങ്ങനെയാണ് എന്റെ നാവിൽ വന്ന പഠനം ചെയ്യണമെന്ന് സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭഗവാനെ കുറിച്ച് പറയാം. എങ്ങനെയാണ് ഭഗവാന്റെ ആ ഒരു വരികൾ ശ്രദ്ധിക്കുമ്പോൾ അതിലെ അക്ഷരങ്ങൾ ശ്രദ്ധിപ്പിക്കുമോ, രാമായണത്തിന്റെ പ്രത്യേകത എന്താണ്, സവിശേഷത എന്താണ്, എഴുത്തച്ഛനെ എന്തുകൊണ്ടാണ് നമ്മൾ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ 4 വരി കേട്ടാൽ മതി. വിഷ്ണുവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോൽഭവസുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു 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 എല്ലാ വാക്കുകളിലും വിഷ്ണു എന്ന് പറയുന്ന ആ പദമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഓരോന്നിനും വേറെ വേറെയാണ് അർത്ഥം വരുന്നത്. വിഷ്ണു വംശത്തിൽ എന്ന് പറഞ്ഞിട്ട് പിന്നീട് വിഷ്ണുജോൽഭവൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ വാക്കിലൂടെയും വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് തന്റെ ആ ഒരു സാമർത്ഥ്യം, ഭാഷ സ്വാധീനം എന്ന് പറയുന്നത്, സവിശേഷത എന്തെന്ന് വളരെ വ്യക്തമാക്കിയാണ് ചെയ്യുന്നത്. കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേ. കൃഷ്ണനായ പുരാണകർത്താവിനെ ആരാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന പുരാണകർത്താവാരാണ്? എഴുത്തച്ഛൻ അവിടെ വണങ്ങുന്നുണ്ട് ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണൻ എന്നാണ്. കൃഷ്ണൻ ഏത് പുരാണമാണ് രചിച്ചിരിക്കുന്നത്? സംശയമുണ്ട്, പലർക്കും സംശയമുണ്ട്. കാരണം കൃഷ്ണൻ അങ്ങനെ ഒരു പുരാണം രചിച്ചിട്ടുണ്ടോ? ആരാണ് പുരാണം രചിച്ചത്? നമ്മുടെ വേദങ്ങളെല്ലാം നമുക്ക് പകുത്തു തന്ന സാക്ഷാൽ വേദവ്യാസൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത് വേദവ്യാസൻ. വേദങ്ങളെ രസിച്ചവനായതുകൊണ്ടാണ് ആ പേര് വന്നത് വേദവ്യാസൻ. ഒരിക്കലും അദ്ദേഹത്തിന്റെ പേരല്ല. വേദവ്യാസൻ എന്നുള്ളത് വിശേഷണമാണ്. നമ്മൾ ഭഗവാനെ കൃഷ്ണനെ കൃഷ്ണൻ എന്നുള്ള പേര് നമ്മൾ കണ്ണനാമുണ്ണി, കാർവർണ്ണൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വിശേഷണം മാത്രമാണ്. എന്താണ് പേര്? കൃഷ്ണൻ എന്ന് തന്നെ. ഭഗവാന്റെ പേര് തന്നെയാണ് വ്യാസന്റെ പേര് കൃഷ്ണൻ. ജനിച്ചതെവിടെയാണ്? ദ്വീപിലാണ്. അതുകൊണ്ട് കൃഷ്ണ ദ്വൈപായനൻ. കൃഷ്ണ ദ്വൈപായനൻ കഴിഞ്ഞിട്ടാണ് വിശേഷം കൃഷ്ണ ദ്വൈപായന വേദവ്യാസൻ. അപ്പോഴാണ് വേദങ്ങളെ രസിച്ചവൻ എന്നുള്ള ആ വിശേഷണം വരുന്നത്. അപ്പോ കൃഷ്ണ ദ്വൈപായന വേദവ്യാസനെയാണ് പിന്നീട് അവിടെ എഴുത്തച്ഛൻ എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ? കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങും. കൃഷ്ണനായ പറയുമ്പോൾ നമ്മള് ഭഗവാൻ കൃഷ്ണൻ എവിടെയാണ് പുരാണം രചിച്ചത് എന്ന് ചിന്തിക്കുന്നത്. ഇവിടെ പറയുന്നത് ഭഗവാൻ തന്നെയാണ് അവതരിച്ചത്, ഭഗവാൻ തന്നെ വേദവ്യാസനായി അവതരിച്ചു എന്നുള്ള വരികളാണ് അവിടെ പറയുന്നത്. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും
കാമനാശനൻ ഉമാവല്ലഭൻ. ആരെ കാമനാശനൻ? ആരാ? കാമനെ അല്ലെ, കാമദേവനെ ഭസ്മമാക്കിയവൻ. അവന്റെ ഭാര്യ സഹധർമ്മിണി അതാരാ? ആ പാർവതി ദേവിയെ കുറിച്ച് പറയാം. അപ്പോ ഈ പരമേശ്വരൻ സദാസമയം ധ്യാനിച്ചിരിക്കുന്നത് നാമജപിക്കുന്ന ആരെയാണ്? അത് ഈ രാമനെയാണ്. ആരാണ് ഈ രാമൻ എന്ന് പറഞ്ഞാൽ? ആരാണ് രാമൻ എന്ന് പറഞ്ഞാൽ? രമിപ്പിക്കുന്നവനാണ്. രമിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആനന്ദിപ്പിക്കുന്നവനാണ്. നമുക്ക് ആനന്ദം കിട്ടണമെങ്കിൽ ബീച്ചിൽ പോയാൽ ആനന്ദം കിട്ടും അല്ലെ. പല കല്യാണത്തിലൊക്കെ നല്ല പട്ടുസാരിയൊക്കെ എടുത്തു പോകുമ്പോൾ ആനന്ദം കിട്ടും അല്ലെ. ആ സമയത്ത് ആനന്ദം കിട്ടും. ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കിട്ടണം. ബീച്ചിൽ പോയി കഴിയുമ്പോൾ ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സന്തോഷം പോയി, കുട്ടികളുടെ സന്തോഷം പോയി, മറ്റു പലരുടെയും സന്തോഷം. അപ്പോ ഓരോന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഓരോന്ന് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാകും. അങ്ങനെയുള്ള സന്തോഷമല്ല. രാമൻ സ്വയം ആനന്ദിക്കുകയും ഈ രാമൻ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രാമന് മറ്റൊന്നും വേണ്ടതില്ല ആനന്ദിക്കാൻ. അതാണ് അവസ്ഥ. നമ്മുടെ അവസ്ഥ അതല്ല. നമുക്ക് ഓരോ ദിവസവും ഇന്ന സാധനങ്ങൾ കിട്ടിയാലേ നമുക്ക് ആനന്ദം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് രാമനാവുക എന്ന് പറഞ്ഞാൽ സദാ ശിവനെ പോലെ സദാ ആനന്ദത്തോടുകൂടി, സദാ സന്തോഷത്തോടെ, സദാ ആഹ്ലാദചിത്തനായി ഇരിക്കുക എന്നുള്ളത്. അതാണ് രാമൻ. രാമന്റെ പ്രത്യേകത അതാണ്. രാമൻ എല്ലാവരും ആകർഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. രാമൻ ആരെയും കുറിച്ചും പള്ളു പറയുന്നില്ല. രാമൻ ആരെയും കുറിച്ചും ആവശ്യമില്ലാത്ത ഒരു വാക്കുപോലും പറയുന്നില്ല. ഇത്രയുമൊക്കെ തന്നെ ചെയ്ത കൈകേയി മാതാവിനെ പോലും എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ബാക്കി ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ നമ്മുടെ ആശയം എന്ന് പറയാം, കാമനാശനൻ ഉമാവല്ലഭൻ അല്ലെ. ഉമാവല്ലഭനാണ്. ആ ഉമാമഹേശ്വരി എന്ന് പേര് പറയുന്നത് എന്താ? മഹേശ്വരൻ ഉള്ളത് കൊണ്ടാണ് ഉമ്മയ്ക്ക് അങ്ങനെ ഒരു പേര് തന്നെ പറയുന്നത്. അപ്പൊ എന്ന് പറയുന്ന പോലെ പർവ്വതത്തിന്റെ പുത്രിയായതുകൊണ്ടാണ് പാർവതി എന്ന് പറയുന്നത്. ഹിമവാന്റെ പുത്രിയായതുകൊണ്ടാണ് ഹൈമവതി എന്ന് പറയുന്നത്. അപ്പൊ പർവ്വതത്തിന്റെ പുത്രിയായ ഹിമവാന്റെ പുത്രിയായ ആ ഉമാമഹേശ്വരി, ആ ഉമാമഹേശ്വരിയുടെ ആരാണ്? പതിയായിട്ടുള്ള ആരാണ്? പരമശിവൻ, പരമേശ്വരൻ, മഹാദേവൻ, വൈദ്യനാഥൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ശിവഭഗവാനുണ്ടല്ലോ. സദാസമയം എന്ത് ചെയ്യുന്നു? ആ രാമനാമത്തെയാണ് ഉരുക്കഴിക്കുന്നത്. രാമനാമത്തിന്റെ പ്രസക്തി എന്താണ്? എന്തിനാണ് രാമായണം വായിക്കേണ്ടത്? അതിന് നമുക്ക് ഉത്തരം ഇവിടെ നിന്ന് തന്നെ കിട്ടുകയാണ്. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദർ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. വാരിജമകളായ ആ ലക്ഷ്മി ദേവിയെ കുറിച്ച് പറയുന്നു, പാർവതി ദേവിയെ കുറിച്ച് പറഞ്ഞു. സർവരുടെയും അനുഗ്രഹത്തോട് ഒരു നല്ല കർമ്മം, ഒരു സത്കർമ്മം ചെയ്യാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളെന്താ ചെയ്യേണ്ടത്? ക്ഷേത്രത്തിൽ പോകുമല്ലേ, അല്ലെങ്കിൽ ഗണപതിക്ക് ഒരു തേങ്ങ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ എഴുത്തച്ഛൻ ഇവിടെ എല്ലാവരുടെയും സർവരുടെയും സർവ ദേവീ ദേവതകളുടെയും അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് അത് കാക്ഷിച്ചുകൊണ്ടാണ് ഈ രാമായണം തുടങ്ങുന്നത്. അപ്പൊ നല്ല തുടക്കം എങ്ങനെയാവണം? നല്ല തുടക്കം ഈശ്വര ചിന്തയിലാവണം. ഈശ്വര ചിന്ത അല്ലാതെ മറ്റൊന്നും നമുക്ക് ആശ്രയമായിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ മക്കൾക്കറിയുമോ? നമ്മുടെ പേരക്കുട്ടികൾക്കറിയുമോ? അറിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അവരിലേക്കാണ് നമ്മുടെ ഈ രാമായണം എത്തിക്കേണ്ടതെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുക? എല്ലാ ദേവന്മാരെയും ഇങ്ങനെ പ്രാർത്ഥിച്ച ശേഷം എഴുത്തച്ഛൻ അതിന്റെ മഹാത്മ്യം പറയും. ആദ്യം തന്നെ അതിന്റെ മഹാത്മ്യം പറയും. എല്ലാ മഹാത്മ്യം ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം. വിരിഞ്ചൻ എന്ന് പറഞ്ഞാല് ബ്രഹ്മാവാണ്. നേരത്തെ സൂചിപ്പിച്ച ആ വിരിഞ്ചൻ ബ്രഹ്മാവ് എഴുതിയതാണ്. ബ്രഹ്മാവ് എങ്ങനെയാണ്? 100 കോടി ഗന്ധമുണ്ട്. നമ്മുടെ ദിലീപ് സിനിമ പറഞ്ഞതുപോലെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുണ്ടില്ല, രാമന് മുണ്ടില്ല, ലക്ഷ്മണൻ തോർത്തില്ല എന്നൊക്കെ വായിക്കേണ്ടി വരും. അപ്പൊ നിർത്തേണ്ടിടത്ത് നിർത്തി വായിക്കണം. അല്ലെങ്കിൽ ഇവിടെ എന്ത് പറ്റും? ഇവിടെ ഈ രാമായണം ഈ ഭാഗം വായിക്കുമ്പോൾ 100 കോടി ഗന്ധമുണ്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് എഴുത്തച്ഛൻ. പക്ഷെ എഴുത്തച്ഛൻ ഭാഷാപിതമായതുകൊണ്ട് കൃത്യമായി അവിടെ കോമ കൂടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വായിക്കേണ്ടത് എങ്ങനെയാണ്? 100 കോടി ഗന്ധമുണ്ട് ഇല്ലത് ഭൂമി തന്നെ എന്ന് പറയുമ്പോഴേ അർത്ഥം പൂർണ്ണമാകുകയുള്ളൂ. ഇല്ലാത്തതൊന്നും വായിക്കരുത്, ഉള്ളതുപോലെ വായിക്കണം. എന്തായാലും അങ്ങനെ പറയാൻ കാര്യം ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്, നമ്മൾ രാമായണം വായിക്കുമ്പോൾ രാമായണത്തിൽ ഇല്ലാത്ത പലതും വായിക്കും. എന്താ ഉദാഹരണം? ആദ്യത്തെ നമ്മുടെ ശ്ലോകത്തിൽ തന്നെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ 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 എന്ന് നമ്മൾ പറയും. ഈ ജയ എന്ന് പറയുന്നത് എവിടെ ജയനുള്ളത്? സിനിമാതരം ജയനെങ്ങനെ ഇങ്ങോട്ട് വന്നോ? ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞാലും യകാരം കൂട്ടിച്ചേർത്ത് പറയുക മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ്. അവിടെ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് ജായായിരിക്കും. മലയാള അക്ഷരത്തിലെ വ്യഞ്ജനമായ ജായും പിന്നെ യായും. അതെങ്ങനെയാ വായിക്കേണ്ടത്? ജയ എന്നാണോ? അല്ല, അവിടെ യകാരമില്ല. ജയ ജയ എന്ന് വേണം വായിക്കാൻ. അപ്പൊ നമ്മള് എത്രയെത്ര രഘുനാഥ കീർത്തനം അവിടെ കൊണ്ട് നമ്മള് ചുറ്റിക്കെട്ടിട്ട് യകാരം
എത്ര എത്ര അല്ലെ യായ എത്ര എത്ര രഘുനാഥ കീർത്തനം എന്നാണ്. ഇങ്ങനെ ഒരുപാട് കയ്യിൽ നിന്ന് ഇട്ട് നമ്മൾ വായിക്കണം. അങ്ങനെ വായിക്കാൻ പാടില്ല. നമ്മൾ പറയുന്നത് എന്താ? ശ്രീരാമൻ. ആരാ? ശ്രീരാമൻ. ഏത് ശ്രീരാമൻ? എവിടെയെങ്കിലും അങ്ങനെ വാക്ക് എഴുതി കണ്ടിട്ടുണ്ടോ? ശ്രീരാമൻ. പണ്ട് എഴുതി തുടങ്ങിയപ്പോ പഠിച്ചതാ. ഏത്? അരി ശ്രീ അല്ലെ? അരി ശ്രീ എന്ന് പറഞ്ഞ് തുടങ്ങിയതാ. എന്ത് തുടങ്ങി? സായാണ് ഉച്ചരിക്കുന്നത്. ശ്രീ എന്നൊരു വാക്കുണ്ടോ? ഇല്ല. ശ്രീയുണ്ട്. ഷായ ചുറ്റിക്കെട്ടിങ്ങനെ വരുമ്പോ ശ്രീ എന്നാണ് പറയുന്നത്. അപ്പൊ അരിശ്രീയാണ്, ആശ്രമമാണ്, ശ്രമമാണ്, ശ്രീരാമൻ എന്നാണ്. നമ്മൾ ഇത്രയും കാലവും പറയുന്നത് ശ്രീരാമൻ. അപ്പൊ ശ്രീരാമൻ അല്ല. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് രാമായണത്തിൽ ഉള്ളത് മാത്രം നോക്കി വായിക്കുക, ഇല്ലാത്തത് വായിക്കരുത്. അപ്പൊ ശ്രീരാമൻ എന്ന് തന്നെ വായിക്കണം, ആശ്രമം എന്ന് തന്നെ പറയണം, ജയ ജയ എന്ന് തന്നെ പറയണം. ഇങ്ങനെയുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് എഴുത്തച്ഛൻ ഇക്കാര്യം പറഞ്ഞിട്ട് ഈ രാമായണത്തിന്റെ തുടക്കം ഒരു കഥ, അതിനൊരു ഉപകഥ, അതിന്റെ ഉള്ളിൽ മറ്റൊരു കഥ അല്ലെ? ഫ്ലാഷ് ബാക്ക് എന്ന സിനിമയിൽ കാണുന്നത് പോലെ ഇവിടെ എഴുത്തച്ഛൻ രാമായണം പറയാൻ പോകുമ്പോ എഴുത്തച്ഛനല്ല പറയുന്നത്, ഉമാമഹേശ്വര സംവാദത്തിലൂടെയാണ് രാമായണ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഉമാമഹേശ്വര സംവാദം എന്ന് പറയുമ്പോൾ ശിവപാർവതിമാര് തമ്മിലുള്ള ആ സംഭാഷണം. ശിവപാർവതിമാരുടെ സംഭാഷണത്തില് ആ പാർവതീദേവി ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം. എന്നോട് കാരുണ്യമുണ്ടെങ്കിൽ സ്വന്തം പതിയോട്, സ്വന്തം ഭർത്താവിനോട് എല്ലാം സ്വാതന്ത്ര്യവുമുള്ള സാക്ഷാൽ ഉമാമഹേശ്വരിയായ സാക്ഷാൽ പാർവതി ആ അയ്യമതി ചോദിക്കുകയാണ്, എന്നോട് ഇത്തിരിയെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ ആ ശ്രീരാമദേവന്റെ തത്വം ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ വിദ്യ അർത്ഥിക്കുന്നയാൾ, വിദ്യ നേടേണ്ടയാൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികൾ എങ്ങനെയാവണം? പാർവതി ദേവിയെ കണ്ടു പഠിക്കണമെന്ന് എഴുത്തച്ഛൻ അതിലൂടെ നമുക്ക് പറഞ്ഞു തരിക. എന്താ? കാരുണ്യം എന്നോടുണ്ടെങ്കിൽ. ഗുരുവിന്റെ കാരുണ്യമാണ് ജ്ഞാനം എന്ന് പറയുന്നത്, ഗുരുവിന്റെ കാരുണ്യമാണ് വിദ്യ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് എട്ടുപൊട്ടും തിരിയാത്ത പലരും പലതും പറഞ്ഞാലും ഗുരുവിനെ കുറിച്ച് മനസ്സിലാക്കാതെ, ശിഷ്യനെ കുറിച്ച് അറിയാതെ, വിദ്യാർത്ഥിയെ കുറിച്ച്, വിദ്യാർത്ഥി എന്ന പദത്തിന്റെ അർത്ഥം പോലും അറിയാതെ ഓരോരുത്തർ ഘോര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ കർക്കിടക മാസത്തിൽ ഗുരുവിനെ കുറിച്ചും ശ്രീരാമചന്ദ്രദേവനെ കുറിച്ചൊക്കെ പറയുന്നത് അല്ലെ? ഗുരുത്വം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതില്ലെങ്കിൽ അവന്റെ ജീവിതം അതോടുകൂടി തീരും അല്ലെ? ആ ഗുരുത്വം അത് ശരിക്കും അനുഗ്രഹമാണ്. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് ആധ്യാത്മികമായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ, ആധ്യാത്മികമായ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മുദ്രാവാക്യം പഠിച്ച് നടക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ ഗുരുത്വം എന്ന് പറയുന്നത് കൊണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. എന്താണ് ആ പാർവതി പറഞ്ഞത്? എന്നോട് ഇത്തിരിയെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ. അത് ചോദിക്കും. ഹലോ, ഈ ഒന്നേ എന്നൊന്നല്ലേ ഒന്ന് ഞൊടിച്ചാൽ ആ ഭഗവാൻ ഓടി വരാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനോട് പറയുക, കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇത്തിരിയെങ്കിലും കാരുണ്യമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അല്ലെ? അപ്പൊ ആ ഒരു മനസ്സ്, ഒരു വിദ്യ നേടുന്നയാൾ എങ്ങനെയാവണം, കുട്ടി എങ്ങനെയാവണം, വിദ്യാർത്ഥി എങ്ങനെയാവണം, നമ്മുടെ മനസ്സ് എങ്ങനെയാവണം എന്നുള്ള വലിയ ചിന്ത അതിന്റെ പിന്നിലുണ്ട്. കണ്ടു പഠിക്കേണ്ടതാണ് നമ്മൾ. ഇങ്ങനെ പഠിക്കാനുള്ള ഒരുപാട് വരികളും ഒരുപാട് ആശയങ്ങളും ഒരുപാട് സംഭവങ്ങളും ഈ രാമായണത്തിൽ ഉടനീളം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അവിടെ പറഞ്ഞു തന്നിട്ട് അതിന് മറുപടിയായിട്ട് എന്താ പറയുന്നതെന്ന് അറിയാവോ? ഭഗവാൻ പറയുന്ന മറുപടി കേൾക്കണം. എന്താ പറയുന്നത്? ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാലുള്ളിൽ പരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുരേ കലിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടി ഒഴിഞ്ഞില്ലത് ചൊല്ലുക എന്ന് പാർവതീദേവി വീണ്ടും പറഞ്ഞതിന് മറുപടിയായിട്ട് ഭഗവാൻ പറയുകയാണ്, ധന്യേ ധന്യേ അല്ലേ? ധന്യ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് പിന്നെ ഒരു സ്ഥാനമില്ല. നമ്മള് ഞാൻ ധന്യനായി, ഞാൻ കൃതാർത്ഥനായി, ഞാൻ ആനന്ദചിത്തനായി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊന്നുമില്ല. അപ്പൊ ധന്യേ ആ ചോദ്യം ചോദിച്ച ശ്രീരാമദേവന്റെ തത്വം ഒന്ന് പറഞ്ഞു തരാമോ? കാരുണ്യമുണ്ടെങ്കിൽ എന്നൊരു കോമന്റ് ഉണ്ട്. കാരുണ്യമുണ്ടെങ്കിൽ മതി, എന്നോട് കാരുണ്യം ഉണ്ടാവണം എന്നുള്ള വലിയൊരു ചിന്ത അതിന്റെ പിന്നിലുണ്ട്. അതിനുശേഷം ആ ഭഗവതിയെ സാക്ഷാൽ ഈശ്വരൻ വിളിക്കുന്നത് എന്താണ്? ധന്യേ വല്ലഭേ എന്ന് പറഞ്ഞിട്ട് ഗിരികന്യേ എന്നൊക്കെ പറഞ്ഞിട്ട് മറുപടി. എന്നിട്ടും പോരാതെ പാർവതി ഭദ്രേ എന്നാ പറയുക. ഭദ്രേ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപി, അകത്തിരിക്കുന്ന അമ്മയുടെ പേരാണ് അല്ലെ? ഭദ്രകാളി എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ കൈകാര്യം ചെയ്യും, നമ്മളെയൊക്കെ ഭദ്രമായി സൂക്ഷിക്കും. ഇങ്ങനെ ഉള്ളം കൈയിട്ട് നമ്മളെ അമ്മാനം ആടുകയും ചെയ്യും, നമ്മളെ ആ മാറോട് ചേർത്ത് പിടിക്കുകയും ചെയ്യും, ഒക്കെ ചെയ്യുന്ന ആ ഭദ്രേ എന്ന് പരമേശ്വരൻ ആ അമ്മയെ പാർവതി ദേവിയെ വിളിക്കുക. നിന്നോളം ആർക്കുമില്ല എന്തില്ല
ഭഗവത് ഭക്തിനാഥേ, ആ പാർവതി ദേവിയോളം ശ്രീരാമദേവന്റെ തത്വം കേൾക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്രയേറെ ഭക്തി ഉള്ളിലുണ്ടാവണം. ആ ഭക്തി ഉണ്ടെങ്കിലേ അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുകയുള്ളൂ, ജിജ്ഞാസ ഉണ്ടാകുകയുള്ളൂ. ഭാഗവതത്തിൽ നമുക്ക് പരീക്ഷത്തിനെ അറിയാമല്ലേ? ആ ശുഭബ്രഹ്മർഷി പറയുമ്പോൾ കേട്ട് 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 വീണ്ടും വീണ്ടും കൂടുതൽ അറിയണം എന്നുള്ള ചോദിച്ചാണ് ഭാഗവതത്തിന്റെ ആ പ്രവാഹം നടക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ പരമേശ്വരൻ പറയുക, ഇന്നോളമില്ല ഭക്തി മറ്റാർക്കുമില്ല എന്ന് സാക്ഷാ ഭഗവാൻ പറയുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? കർക്കിടമാസത്തിൽ അങ്ങനെ കണ്ണാടി മുന്നിൽ വെച്ചിട്ട്, രാമായണം എന്ന് പറയുന്ന ഈ കണ്ണാടി മുന്നിൽ വെച്ചിട്ട് നമുക്ക് മുഖം നോക്കാം. അപ്പൊ നമ്മുടെ ആത്മാവ് എന്താണ്, മനസ്സെന്താണ്, ബുദ്ധി എന്താണ്, വാക്കെന്താണ്, ചിന്ത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കൊണ്ടാണ് കർക്കിടമാസത്തിൽ മുഴുവൻ നമ്മളിത് പാരായണം ചെയ്യേണ്ടത്. പിന്നെയോ ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരി ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. നമുക്കാർക്കെങ്കിലും അങ്ങനെ ഇതുണ്ടായോ? കേൾക്കണമെന്ന് അത്രയേറെ കർക്കിടകം വന്നു അല്ലെ, 1-ാം തീയതി വന്നു, പിന്നെ രാമായണം വായിച്ചേക്ക. അങ്ങനെയല്ല, അറിയാനുള്ള ആ ഒരു താല്പര്യം, അത് അറിഞ്ഞില്ലെങ്കിൽ, അത് കേട്ടില്ലെങ്കിൽ, അതില്ലെങ്കിൽ പിന്നെ ഞാനില്ല, എന്റെ ജീവനില്ല എന്നുള്ളൊരു തരത്തിലാണ് ഇവിടെ പരമേശ്വരനോട് പാർവതി ദേവി പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, എന്താ പറയുന്നത്? ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരി ആകാംക്ഷയുണ്ടായത് മഹാഭാഗ്യം. അതിനപ്പുറത്തൊരു ഭാഗ്യം വരാനില്ല. കാരണം അങ്ങനെ കേൾക്കണം, ആ ഒരു ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുക, അതാണ് ഏറ്റവും പറഞ്ഞാൽ ദേവനെ കുറിച്ച്, ദേവിയെ കുറിച്ച്, അമ്മയെ കുറിച്ച് അറിയുക, വീണ്ടും അറിയുക. അങ്ങനെ അറിഞ്ഞ ആരാണോ ബ്രഹ്മത്തെ അറിയുന്നത്, അങ്ങനെ തന്നെ ചൊല്ലുന്നത്, ആരാണോ ബ്രഹ്മത്തെ അറിയുന്നത് അവർ ബ്രഹ്മമായി മാറുന്നു എന്നാണ്. ആരാണ് ബ്രഹ്മത്തെ അറിയുക? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ നിരാകാര സ്വരൂപം, ആ അമ്മയുടെ നിരാകാര സ്വരൂപത്തെ, ആകൃതിയില്ലാത്ത രൂപമില്ലാത്ത സ്വരൂപത്തെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. രൂപമെടുക്കുമ്പോൾ ആ പ്രപഞ്ചം എന്ന് പറയുന്നത്, ആ ബ്രഹ്മം എന്ന് പറയുന്നത് ഒതുങ്ങി ഇവിടെ വന്ന് കണിച്ചുകളങ്ങനെ ശ്രീകോവിലിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മ ഈ ലോകം സർവ്വലോകങ്ങളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിവിശേഷമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും ഇവിടെ എന്താ പറയുന്നത്? എന്നോടിതാരും ചോദ്യം ഇതുവരെ എന്നോട് ഇതാരും ചോദിച്ചു. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരാൾ ചോദിക്കുന്നത്. സാക്ഷാൽ ഭഗവതിയാണ് അത് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ, എന്റെ ജീവന്റെ നാഥയായിട്ടുള്ളവളെ പാർവതി ദേവി വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഇതുവരെ ആരെയും കേൾപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് കേൾപ്പിച്ചിട്ടില്ല? എന്നോട് ആരും ചോദിച്ചിട്ടില്ല. എന്താ വഴി പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, വഴി വന്ന് ആരെങ്കിലും ചോദിച്ചാലല്ലേ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതുവരെ ആരും ചോദിച്ചില്ല. ഇതുവരെ പറഞ്ഞു, നീ ആദ്യമായി എന്ന് പറയുന്നു, ചോദിക്കുന്നു, ഞാനത് പറയാൻ ഒരുക്കമാണെന്നാണ്. അതിന്റെ ഒരുക്കത്തിനുള്ള ആ നിറഞ്ഞ മനസ്സോടുകൂടി പരമശിവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഭക്തിതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാന്തി ഭക്തിക്ക് തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും. ആ സാരം മാത്രം ഞാൻ പറയാം. എന്നിട്ട് പറയുകയാണ്, ശ്രീരാമനാരാണ്? അത് ശ്രീരാമൻ പരമാത്മാവാണ്, പരമാനന്ദ മൂർത്തിയാണ്, പുരുഷനാണ്, പ്രകൃതി തൻ കാരണനാണ്, ഏകനാണ്, എല്ലാത്തിന്റെ ആധാരമാണ്, ഏകനാണ്, അദ്വൈതനാണ്, അവ്യയനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സർവവാക്കുകളും ഏകത്വത്തെ, ആ ഏകമായിട്ടുള്ളതിനെ സൂചിപ്പിക്കാനുള്ള എല്ലാ വാക്കുകളും, പുരുഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീ എന്നല്ല, ആ എന്താ പറയേണ്ടത്, ഇതിലെല്ലാം ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇപ്പൊ പുരുഷൻ സ്ത്രീ ആ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. അപ്പൊ ഏകനാണ്. ഏകൻ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കാണെന്നല്ല, വേറെ ആരും ഇല്ല. അതുപോലെ അദ്വൈതം എന്ന് പറയുമ്പോൾ രണ്ടില്ല, ദ്വയം രണ്ടല്ല. അദ്വൈതം എന്ന് പറയുന്നത് രണ്ടില്ല. അവ്യയം എന്ന് പറയുമ്പോൾ വ്യയമില്ലാത്തവൻ, ക്ഷീണിക്കാത്തവൻ, ഇന്ന് നശിക്കാത്തവൻ എന്നൊക്കെയാണ് അത്. അച്യുതനാണെന്ന് പറയും, ച്യുതിയില്ലാത്തവനാണ്, എപ്പോഴും ആ കരുത്തിൽ തന്നെ നിൽക്കുന്നവനാണ്. അതുകൊണ്ട് അച്യുതൻ എന്ന് പറയും. ഒരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ. ഇവിടെ സാക്ഷാൽ ആ ഭഗവാൻ പറഞ്ഞു കൊടുക്കുക എന്താണ്? വിരിഞ്ചൻ. വിരിഞ്ചൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ കർത്താവായിട്ടുള്ള ആ ബ്രഹ്മാവ്. പിന്നെ ആരാണ്? അതോടൊപ്പം തന്നെ വിരിഞ്ചൻ നാരായണൻ. നാരായണൻ ചെയ്യുന്നു സ്ഥിതിയുടെ അല്ലെ, സ്ഥിതി എന്ന് പറയുന്നത് നാരായണനാണ്, മഹാവിഷ്ണുവാണ്. അവിടെ ആ നാരായണൻ ശിവാത്മകൻ. അപ്പോ ത്രിമൂർത്തികളെ കുറിച്ച് പറയാം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ. അതാരാണ്? ആ സാക്ഷാൽ ഈ ഭഗവാൻ തന്നെയാണ്. ശ്രീരാമനെ കുറിച്ച് പറയും, എല്ലാം ചേർന്ന് ആ പരബ്രഹ്മമാണ് എന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കൂടുതൽ എനിക്ക് കേൾക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പാർവതി ദേവി ആവശ്യപ്പെട്ടൊന്നും കേട്ടാൽ പോരാ, എനിക്ക് ഇങ്ങനെ കേട്ടാൽ പോരാ, എനിക്ക് സ്വസ്ഥമായി വിശദമായി ആ സാക്ഷാൽ
ആരെക്കുറിച്ച്? ശ്രീരാമചന്ദ്രദേവനെ കുറിച്ച് അറിയണമെന്ന് പരമശിവനോട് അർത്ഥിക്കുന്ന പാർവതി ദേവിയോട് എന്ത് ചെയ്യുന്നു? വിശദമായിട്ട് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഭഗവാൻ ആ കഥ പറയുന്നു. ഏത് കഥ? പട്ടാഭിഷേകത്തിന് ശേഷം അയോധ്യയിൽ എത്തിച്ചേർന്ന ശ്രീരാമചന്ദ്രദേവന്റെ അടുക്കല് ഹനുമാൻ സ്വാമി ഇരിക്കുന്നു. ഹനുമാൻ സ്വാമി ഇരിക്കുമ്പോൾ സീതാദേവി അടുക്കലുണ്ട്. അപ്പോ സീതാദേവിയോട് പറയുകയാണ്, ഇവൻ എല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്, എല്ലാ അർത്ഥങ്ങളും എല്ലാ തത്വങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമിയോട് സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രദേവൻ പറയുമ്പോൾ സീതാദേവി അത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രദേവനെ കുറിച്ച് പരബ്രഹ്മത്തെ കുറിച്ച് പറയുന്നതാണ് ശരിക്കും ആദ്യത്തെ ഭാഗം. അങ്ങനെയാണ് ഒന്നാമത്തെ ഭാഗം. അല്ലെങ്കിൽ ഒരു ദിവസം ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ദിവസം നമ്മൾ 31 ദിവസമായിട്ട് ഭാഗിക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉമാമഹേശ്വര സംവാദം, അതാണ് പ്രധാനമായിട്ടുള്ളത്. ആ ഉമാമഹേശ്വര സംവാദത്തിലാണ് എഴുത്തച്ഛൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എഴുത്തച്ഛൻ രാമായണം പറയാൻ തുടങ്ങുന്നു, ആ ശാരീരിക പൈതലെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അത് ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ, ശിവ പാർവതി സംവാദ രൂപത്തിൽ. അതിനുള്ളിൽ ശിവൻ പറയുന്നു എന്ത്? സീതാരാമചന്ദ്രന്മാരെ കുറിച്ച് പറഞ്ഞ അവർ അയോധ്യയിൽ വെച്ചിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് മരുസൂന് സംഭാഷണം എന്നാ പറയുന്നത്. ആദ്യ ശ്രീരാമ സീത മരുസൂന് സംഭാഷണം എന്നാ പറയുന്നത്. മരുത്ത് എന്ന് പറഞ്ഞാൽ വായുപുത്രനായ ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി എവിടെയുണ്ട്? നിൽക്കുന്നുണ്ട്. ഹനുമാൻ സ്വാമിയെ കണ്ടിട്ട് എല്ലാത്തിനും ആധാരമായിട്ടുള്ള പരബ്രഹ്മമായിട്ടുള്ള ശ്രീരാമചന്ദ്രദേവൻ പറയുന്നത് എന്താണ്? എല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള, തത്വത്തെ അറിയാനുള്ള, തത്വാർത്ഥം അറിയാൻ കഴിവുള്ള, മനസ്സോടുകൂടിയ ബ്രഹ്മചാരിയായ ശ്രേഷ്ഠനായ ഇവന് എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ ശ്രീരാമചന്ദ്രദേവനെ കുറിച്ച് ഉൾപ്പെടെ പരബ്രഹ്മത്തെ കുറിച്ച് സീതാദേവിയാണ് പറഞ്ഞത്. നമുക്ക് അതുപോലെ ആ ഉപകഥ മനസ്സിലാക്കണം. എഴുത്തച്ഛൻ പറയുന്നതും എഴുത്തച്ഛൻ പറഞ്ഞു വരുമ്പോൾ ഉമാമഹേശ്വര സംവാദത്തിൽ ശിവൻ പറയുന്നത് ആരെ കുറിച്ച്? ശ്രീരാമചന്ദ്രദേവനെയും സീതാദേവിയും ഹനുമൻ, ഇവർ 3 പേരുടെ ഹനുമൻ സംഭാഷണത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണ് രാമായണം തുടങ്ങുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം ശരിക്കും സമയം പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി വൈകിയതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ ചുരുക്കം. നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ നമുക്ക് ആരംഭിച്ചിട്ട് എന്താ പറയേണ്ടത്, കൃത്യമായി ഓരോ ദിവസവുമുള്ള കാര്യങ്ങൾ അന്നു പറഞ്ഞാൽ നമുക്ക് അവസാനം, കഴിഞ്ഞ വർഷം നമുക്ക് അവസാനം ഇച്ചിരി സൂപ്പർ ഫാസ്റ്റ് ഡീലക്സ് വേഗത്തിൽ പോകേണ്ടി വന്നു. കാരണം അവസാനമായിട്ട് നമുക്ക് കുറച്ചുകൂടി പറയേണ്ടതായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് ഓരോ ദിവസവും ഉള്ളത് അന്നു പറഞ്ഞ് തീർത്തെങ്കിൽ മാത്രമേ നമുക്ക് 31-ാം തീയതി നമുക്ക് അഭിഷേകം നടത്തി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ വരാൻ കഴിഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെ മഹാകാരുണ്യമാണ്. ഒരിക്കൽ കേട്ട് അല്ലെ, ഞാൻ വിചാരിച്ചു കച്ചവടങ്ങരയുള്ളവരെല്ലാം ഒരിക്കൽ കേട്ട് മടുത്ത് കാണും, ഇനിയിപ്പോ അവിടേക്ക് പോകണ്ട എന്ന് കരുതിയപ്പോഴാണ് ക്ഷേത്ര ദേവസ്വത്തിന്റെ മാനേജറുടെ വിളി വന്നത്. അപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ കാരുണ്യമാണ്, ക്ഷേത്ര ദേവസ്വത്തിന്റെ ഭരണസമിതിയുടെ കാരുണ്യമാണ്, പ്രിയപ്പെട്ട മേൽശാന്തി അടക്കം മാനേജറടക്കം അതിന്റെ ഭാരവാഹികൾ എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാത്തിലും ഉപരിയായി ഈശ്വരസ്വരൂപികളായി മുന്നിലെത്തി ഇട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെയൊക്കെയോ നിന്ന് അല്ലെ ഇങ്ങോട്ട് വന്നപ്പോൾ കണിച്ചുകുളങ്ങര മുഴുവൻ ഇതിന്റെ ഇവിടെ നിന്നുള്ള ശബ്ദം അല്ലെങ്കിൽ സ്ഥലം കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉച്ചഭാഷയൊക്കെ ക്രമീകരിച്ചത്. അപ്പോൾ എവിടെയൊക്കെയോ നിന്ന് കേൾക്കുന്നുണ്ടാവും. അവർക്കെല്ലാവർക്കും എന്താ പറയേണ്ട സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ അമ്മയുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ആദ്യ ദിനത്തില് രാമായണ സമ്മാനം, ഗുരുവായൂരപ്പന്റെ പ്രസാദമായിട്ടുള്ള ആ രാമായണം സമ്മാനമായി നൽകുന്നതിന് മുന്നോടിയായി ചോദ്യം ഒരിക്കൽ കൂടി പറയുകയാണ്. ഇപ്പോൾ ഉടൻ അതിനകത്ത് നറുക്കെടുപ്പിലേക്ക് വേണ്ടി ഉത്തരവിടാനുള്ള സാവകാശമുണ്ട്. 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിനുള്ളിലിട്ടാൽ ഉടൻ തന്നെ നറുക്കെടുപ്പ് നടക്കും. ഇപ്പോൾ തന്നെ സമ്മാനം വിതരണം നടക്കും. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. ചോദ്യം എന്താണെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത് ആരായിരുന്നു? അതിന്റെ രചയിതാവ് ആരാണ്? അല്ലെങ്കിൽ അതിന്റെ കർത്താവ് ആരാണ്? ലളിതമായി പറഞ്ഞാൽ ആരാണ് ഈ നമ്മൾ വീട്ടിൽ പാരായണം ചെയ്യുന്ന കൃതി രചിച്ചത്? ഇത്രയും ലളിതമായിട്ടാണോ ചോദ്യം എന്നാണ് എല്ലാവർക്കും അല്ലെ, എല്ലാവർക്കും രാമായണം സമ്മാനമായി കിട്ടണം. അതുകൊണ്ടാണ് അങ്ങനെ ലളിതമായി ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ നറുക്കെടുപ്പ് നടക്കും. ആരെങ്കിലും ഈ ഉത്തരം എഴുതിയിടാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാം.
ദേവി ശരണം. ഇന്നത്തെ നമ്മുടെ പാരായണം അവസാനിച്ചിരിക്കുകയാണ്. നാളെ കൃത്യസമയത്ത് 7 മണിക്ക് തന്നെ എത്തിവരാൻ ശേഷം ശ്രീ സതീഷ് ആലപ്പുഴ രാമായണ പാരായണവും അതിൻ്റെ വിശദീകരണവും നടത്തുന്നതാണ്. ഉത്തരം എഴുതിയിടാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉത്തരം എഴുതിയിടേണ്ടതാണ്. നറുക്കെടുപ്പ് ഉടനെ ഉണ്ടാവുന്നതാണ്. ഉത്തരം എഴുതിയിടാൻ ആരും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കാം. ആരുമില്ല. നറുക്കെടുപ്പ് ദേവദാരു നടത്തുന്നതാണ്. LKG വിദ്യാർത്ഥിയായ ദേവദാരു നറുക്കെടുപ്പ് നടത്തുന്നതാണ്. അതിന് മുന്നോടിയായി ഉത്തരം പറയാനായിട്ട് ശ്രീ സതീഷ് ആലപ്പുഴയെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. ഉത്തരം ഞാൻ പറയണോ? നിങ്ങൾക്കെല്ലാം അറിയാലോ ഉത്തരം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനല്ലാതെ ആരാണ്? നമുക്ക് അധ്യാത്മ രാമായണം കിളിപ്പാട്ട് അല്ലെ, മലയാള ഭാഷ പിതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് അറിയില്ല. കാരണം തുഞ്ചത്ത് രാമാനുജൻ, രാമന്റെ അനുജൻ എന്നാ പറയുന്നത്. രാമന്റെ അദ്ദേഹത്തിന് പേരറിയില്ല. പക്ഷെ അദ്ദേഹമാണ് നമുക്ക് ഈ രാമായണം സമ്മാനിച്ചിട്ടുള്ളതെന്ന് ഓർക്കണം. അപ്പൊ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷാ പിതാവാണ്. 16-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അരിനാമ കീർത്തനം അടക്കമുള്ള എത്രയോ കൃതികൾ അല്ലെ, ഭാഗവതം അടക്കം കിളിപ്പാട്ടിലായിട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നറുക്കെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ആദ്യ നറുക്കെടുത്ത് തെറ്റുത്തരമാണ്. വീണ്ടും നറുക്കെടുക്കുകയാണ്. രണ്ടാമത്തെ നറുക്കെടുപ്പിൽ ശരി ഉത്തരം കിട്ടിയിട്ടുണ്ട്. ജയകുമാറാണ് ഉത്തരം ശരിയായി എഴുതിയിരിക്കുന്നത്. ജയകുമാർ, ഫോൺ നമ്പർ 94 47 66 46 66. ജയകുമാർ ക്ഷേത്ര പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശരി ഉത്തരം എഴുതിയിരിക്കുന്നത് ജയകുമാറാണ്. ജയകുമാറിന്റെ ക്ഷേത്ര പരിസരത്ത് ഉണ്ടെങ്കിൽ ദയവായി കടന്നു വരിക. ജയകുമാർ ക്ഷേത്ര പരിസരത്തുണ്ടെങ്കിൽ ദയവായി വേദിയിലേക്ക് കടന്നു വരുന്നതാണ്. ജയകുമാർ എത്തിയിട്ടില്ല. നമ്മൾ നറുക്കെടുപ്പ് വീണ്ടും തുടരുകയാണ്. വരും ദിവസം ഇങ്ങനെ തന്നെ ആയിരിക്കും. നറുക്കെടുക്കുന്ന സമയം ആളില്ലെങ്കിൽ അടുത്ത നറുക്കെടുക്കുന്നതാണ്. ക്ഷേത്രത്തിലുള്ള രാമായണ പാഠം മുഴുവനായി കേട്ട ആൾക്കായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത നറുക്ക് വീണ്ടും എടുക്കുകയാണ്. ദേവദാരു. വത്സല. വത്സല ചേച്ചിയുണ്ട്. ഇന്നത്തെ നറുക്കെടുപ്പിൽ നമ്മുടെ വിജയ് ശ്രീ വത്സല ചേച്ചിയാണ്. സമ്മാനം നൽകാനായിട്ട്, രാമായണം നൽകാനായിട്ട് ദേവസ്വം കമ്മിറ്റി അംഗം ശ്രീ ഷാജി അമ്പലത്തിലെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു.
ക്ഷേത്രസന്നിധിയിൽ അതിമനോഹരമായി രാമായണ പാരായണം നടത്തുകയും വളരെ ലളിതവും മനോഹരമായി വിശദീകരിക്കുകയും ചെയ്ത ശ്രീ സതീഷ് ആലപ്പുഴയ്ക്ക് കണിശവാക ദേവസ്വം കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. നാളെ വൈകുന്നേരം കൃത്യം 7 മണിക്ക് തന്നെ രാമായണം പാരായണം ആരംഭിക്കുന്നതാണ്. നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നവർ ദയവായി പാരായണം മുഴുവനായി കേട്ട ശേഷം മാത്രം ക്ഷേത്രം വിട്ട് പോകേണ്ടതാണ്. പാരായണം പ്രത്യേകിച്ച് ഇരിക്കുന്ന കുറച്ച് മാത്രമേ